വന്നുവന്ന് ഒരു ഒളിവും മറയുമില്ലാതെ സംഘപരിവാർ ദാസ്യത്തിലേക്ക് പോകുന്നുവോ വി.ഡി. സതീശൻ സർക്കാർ? സ്വന്തം പാർട്ടിയുടെ PCC ജനറൽ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടും ചെവിക്കൊള്ളാതെ സംഘപരിവാർ ബന്ധമുള്ളയാളെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറാക്കാനുള്ള ശുപാർശയിൽ തുടരുന്നു. സതീശന് പിന്തുണയുമായി ആസ്ഥാന മോദി ഭക്തനായ ഷാജി മിനിസ്റ്ററും. തെരഞ്ഞെടുപ്പിലെ വാർഡ് വിഭജനം BJP അനുകൂലമാകുമെന്ന് PM നിയാസിനെ പോലെ ഒരു നേതാവ് ആവർത്തിച്ചു പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയും ലീഗ് മന്ത്രിയും പിന്മാറുന്നില്ല. PM ശ്രീയും ആവാസ് യോജനയിൽ മോദി എംബ്ലവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കീഴ്പ്പെടലും സാക്ഷാൽ ഖേൽക്കറെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാക്കിയതും പിന്നീട് ശേഷാദ്രിനാഥനായുള്ള ശുപാർശയും ഒട്ടും യാദൃച്ഛികമല്ല. പല തീരുമാനവും മന്ത്രിമാർ അറിയാതെ മുഖ്യമന്ത്രിയുടെ ഒറ്റയാൾ പോക്ക്. ഒറ്റയ്ക്കോടിയും മോദിക്കായി കിതച്ചും സതീശനും കൂട്ടരും ഇത് എങ്ങോട്ടാണ്? വോട്ട് ചോരിയുടെ ദേശീയ വക്താക്കൾക്ക് കേരളത്തിൽ വേറെ നയമോ? മതേതരത്വത്തിന് ശേഷക്രിയ നടത്താൻ മോദിയുടെ അച്ചാരം വാങ്ങിയത് ആരൊക്കെയാണ്? ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറി, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ രതീഷ് ചക്രപാണി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ. ശ്രീ ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, സംഘപരിവാർ കൂട്ട്, സംഘപരിവാർ അഭിനിവേശം ഭരണത്തിലെത്തിയ നാൾ മുതൽ ഭരണത്തിലെത്തും മുമ്പ് തന്നെ, മുഖ്യമന്ത്രിയായി തീരുമാനിക്കും മുമ്പ് തന്നെ മംഗലാപുരം യാത്രയിൽ തന്നെ വി.ഡി. സതീശൻ പലവിധ, ഞാൻ ഈ സൂചിപ്പിച്ച വിധമുള്ള പലവിധ ചോദ്യങ്ങൾക്ക് നടുവിലാണ്. ഇപ്പോഴും തൃപ്തികരമായ ഉത്തരമായ യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചില സംഘപരിവാർ ഷെയ്ഡ്സ്, അവിടെ നടന്ന കൂടിക്കാഴ്ചകൾ, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടും അതിന് പൊതുസമൂഹത്തിലേക്ക് തൃപ്തികരമായി മറുപടി പറയുന്ന വിധത്തിലേക്ക് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി പിന്നീട് ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല, പെരുമാറിയിട്ടില്ല. പല വിവാദങ്ങൾ വന്നു. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള ഈ പുതിയ പ്രശ്നം, ശേഷാദ്രിനാഥൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ, അത് ഇതുവരെ വന്നതിനേക്കാൾ കുറെ കൂടി ഗൗരവമുള്ളതാണോ? അത് വി.ഡി. സതീശനെ സംബന്ധിച്ച് അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന ഒന്നാണോ? ശരത്തിന്റെ ചോദ്യത്തിന് വലിയ കനമുള്ള, വലിയ തൂക്കമുള്ള ചോദ്യമാണ് താങ്കൾ ചോദിച്ചത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഇനി വരും നാളുകളിൽ, വരും മാസങ്ങളിലും വരും വർഷങ്ങളിലും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്ന ഉഷ്ണതരംഗങ്ങൾ ഒട്ടും ചെറുതായിരിക്കില്ല എന്ന് ആദ്യമേ ഒരഭിപ്രായം ഞാൻ പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. ഇത് ഈ ശേഷാദ്രിനാഥന്റെ കേസ് മാത്രമല്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മെയ് 1 നടത്തിയ മൂകാംബിക യാത്ര, ഒരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് വി.ഡി. സതീശൻ നടത്തിയ യാത്ര, അന്ന് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് തന്നെ തുടരുകയാണ്. റിസൾട്ട് വന്നിട്ടില്ല. അത് കഴിഞ്ഞ് മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ അതിനു വേണ്ടി നടത്തിയ ഒരുപാട് പോരാട്ടങ്ങൾ എന്ന് തന്നെ പറയണം. അതല്ല അതിൽ കുറഞ്ഞ ഒരു വാക്കുകൊണ്ടും ആ നാളുകളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ, പ്രത്യേകിച്ചും സതീശനും മുസ്ലിം ലീഗും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ, രാഷ്ട്രീയ നീക്കങ്ങൾക്കൂടി അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നു. അന്ന് മുതൽ ഏതാണ്ടൊരു അവിഭാജ്യമായ ഈ കൂട്ടുകെട്ട് എന്നുള്ള നിലയിലാണ് സതീശൻ മാത്രം ഒരു ഭാഗത്തും മറുഭാഗത്ത് ഘടകകക്ഷിയായ മുസ്ലിം ലീഗും മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നത്. അതിന്റെ ഒടുക്കത്തെ ഒരു സംഗതിയായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ശേഷാദ്രിനാഥന്റെ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം, ഈ വിവാദം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അതിലേക്ക് ചിന്തിക്കുന്നതിന് മുൻപ് ഇദ്ദേഹം നമ്മുടെ ചർച്ചയിൽ ഇപ്പോഴുള്ള ശ്രീ PM നിയാസ് AICC നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ടല്ലോ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അപ്പൊ തൊട്ടപ്പുറത്ത് കർണാടകയിൽ RSSനെതിരെ വലിയൊരു പോർമുഖം തുറന്നിരിക്കുകയാണ് കേട്ടോ ശരത്തെ. അവിടെ ആ പോർമുഖം തുറന്നിരിക്കുന്ന AICC പ്രസിഡന്റ് മല്ലികാർജുൻ ഖർഗെയുടെ മകൻ ആണ്. പ്രിയങ്ക് ഖാർഗെ ആഭ്യന്തരമന്ത്രിയാണ് അവിടുത്തെ. അദ്ദേഹം RSSന് രജിസ്ട്രേഷൻ ഇല്ല, എന്തുകൊണ്ട് RSS സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തുന്നില്ല, നിയമാനുസൃതം രജിസ്റ്റർ ചെയ്തിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കാനുള്ള മര്യാദ കാണിക്കണം എന്ന് പറഞ്ഞ് മോഹൻ ഭാഗവതിന് കത്തെഴുതിയിട്ട് അതിനെ പുച്ഛിച്ചു തള്ളി. അതിനുശേഷം ഏതോ ഒരു BJP-കാരൻ കർണാടക ബംഗളൂരു മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് കൊടുത്തു. മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം 21-ന് ആഭ്യന്തരമന്ത്രി പ്രിയങ്ക് ഖാർഗെ നേരിട്ട് കോടതിയിൽ ഹാജരാകണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. RSSുമായി ബന്ധപ്പെട്ട കർണാടകത്തിലെ
മന്ത്രിയുടെ കേസിൽ. ഇവിടെ RSSുമായി ഏതൊക്കെ നിലയിൽ ഒത്തുതീർപ്പാകാം എന്നുള്ള വിവിധ കാര്യങ്ങൾ ആലോചിക്കുന്നു. അത് ഈ പിന്നെ ശേഷാദ്രിയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഇവിടെ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബജറ്റിലെ പ്രധാനപ്പെട്ട 4 വമ്പൻ പ്രഖ്യാപനങ്ങളായിരുന്നല്ലോ. ഈ മിഷൻ സമുദ്ര, റെയർ എർത്ത് കോറിഡോർ, പിന്നെ കേരളത്തിനെ ഒരു പോർട്ട് സിറ്റി അല്ലെങ്കിൽ ഹബ്ബ് ആക്കാനുള്ള തീരുമാനം, പിന്നെ ബ്ലൂ ഇക്കോണമി. ഈ 4 വിഷയങ്ങളാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത്. 19-ാം തീയതി പറഞ്ഞ ബജറ്റിൽ. അത് എത്രത്തോളം അത് കൊണ്ടുവച്ചിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത്, കാര്യം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പണമില്ല. ഈ ബജറ്റിൽ സതീശൻ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ പദ്ധതികൾക്ക് 4നും ലക്ഷക്കണക്കിന് കോടി രൂപ വേണം. പിന്നെ 50 ലക്ഷം കോടി രൂപയോ 100 ലക്ഷം കോടി രൂപയോ ഒക്കെ വേണം അത്തരത്തിലുള്ള പദ്ധതികൾക്ക്. അതാണ് KC വേണുഗോപാൽ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നില്ലേ? ഇത്തരം നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടിട്ട് വേണം ചെയ്യാൻ. അതുപോലും മറന്നുകൊണ്ടാണ് ബജറ്റിൽ ഈ പ്രഖ്യാപനം അവതരിപ്പിക്കുകയും അതിനെ സംബന്ധിച്ച് മീഡിയ റൂമിൽ പിന്നീട് വിശദീകരിക്കുകയും അതിനുശേഷം ഇതുവരെയും അതുമായിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യുന്ന നടപടികൾ ഈ മുഖ്യമന്ത്രി മാറുന്നില്ല. നിലനിൽക്കുകയാണ് ഈ പറയുന്ന പുതിയ കാര്യം വരുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറി കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. തീർച്ചയായും ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ വലിയ ഡിബേറ്റ് ഇപ്പോൾ സമൂഹത്തിൽ നടന്നു വരികയാണ്. അത് തൽക്കാലം അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ശ്രീ PM നിയാസ്, ഈ തീരുമാനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ശേഷാദ്രിനാഥനെ ശുപാർശ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, സംസ്ഥാനത്തെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ താങ്കൾ പറഞ്ഞൊരു വാചകം ഞാൻ ശ്രദ്ധിച്ചു. താങ്കൾ പറഞ്ഞത് അവധാനതയില്ലാതെ തീരുമാനമെടുക്കരുത് എന്ന് പറയുന്നത് ഒരു വളരെ ഗൗരവമുള്ളൊരു രാഷ്ട്രീയമായ മുന്നറിയിപ്പാണ്. താങ്കൾ അങ്ങനെ ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചു, മാധ്യമങ്ങൾ അത് നൽകുകയും ചെയ്തു. ഈ ശേഷാദ്രിനാഥൻ്റെ കാര്യം എടുത്താൽ എന്താണ് അങ്ങേക്കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്? എന്തൊക്കെ തരം പ്രശ്നങ്ങളാണ് ഈ ശുപാർശ അതിലൊരു അപാകതയായി താങ്കൾ രാഷ്ട്രീയമായി ചൂണ്ടിക്കാട്ടാൻ ശ്രമിച്ചത്? ഇതൊരു വ്യക്തിപരമായ എതിർപ്പാണെന്ന് ഞാൻ കരുതുന്നില്ല. വ്യക്തിപരമായി അദ്ദേഹത്തോട് താങ്കൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് തോന്നേണ്ട കാര്യമില്ല. പക്ഷേ താങ്കൾ ചൂണ്ടിക്കാട്ടിയത് സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ളൊരു മുന്നറിയിപ്പും വിമർശനവുമാണെങ്കിൽ എന്താണ് പ്രശ്നങ്ങൾ? എന്തെല്ലാം തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ശ്രീ നിയാസ് ഇക്കാര്യത്തിൽ കണ്ടത്? ശരത്തെ, ഞാൻ ഇക്കാര്യത്തിൽ ഈ എല്ലാവരും വിചാരിക്കുന്നത് ശേഷാദ്രിനാഥനെ ഞാനുമായി ഞാനൊരു നല്ല സുഹൃത്താണ്. എൻ്റെ കോളേജ് മീറ്റാണ്. എൻ്റെ കൂടെ സഹപ്രവർത്തകനായി അല്ലെങ്കിൽ അഭിഭാഷകനായി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞങ്ങൾ ഒന്നിച്ച്, അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്നത് ചാലപ്പുറത്തെ തളിയിലാണ്. ഞാൻ തളിയിൽ ജനപ്രതിനിധിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം, അദ്ദേഹത്തിൻ്റെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചാണ്. അദ്ദേഹം ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ്. അദ്ദേഹം ജോലി ചെയ്ത അദ്ദേഹത്തിൻ്റെ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. ഞങ്ങൾ അന്നും ഇന്ന് വരെ ഞങ്ങളും അവരും തമ്മിൽ വ്യക്തിപരമായോ അല്ലെങ്കിൽ കുടുംബപരമായോ ഒരു തരത്തിലുള്ള തർക്കമില്ല. അദ്ദേഹം നല്ല ജുഡീഷ്യൽ ഓഫീസറാണ്, നല്ല അക്കാദമിക് കാലിബറുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ വൊക്കാബുലറിയും ഒക്കെ അഗ്രഗണ്യമാണ്. അദ്ദേഹത്തിനെ ഒരു സുപ്രീം കോടതിയിലേക്കോ ഹൈക്കോടതിയിലേക്കോ ഒരു ജഡ്ജായി വെക്കുന്നതിൽ എനിക്ക് 100% പിന്തുണയും അദ്ദേഹത്തിന് അത് കഴിവുള്ള ആളുമാണ്. എൻ്റെ ചോദ്യം അതൊന്നുമല്ല. ഇവിടെ ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് ദ വൺ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ് ബൈ ദ ഡീലിമിറ്റേഷൻ ആക്ട് 2002 ടു ഡീലിമിറ്റ് ദ ബൗണ്ടറീസ് ഓഫ് അസംബ്ലി ആൻഡ് പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ സ്റ്റേറ്റ്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് പഞ്ചായത്തിലെ മാത്രം തിരഞ്ഞെടുപ്പിൻ്റെ കാര്യമല്ല. അവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ 3 ഫുൾ ടൈം മെമ്പർമാരാണുള്ളത്. അതിൽ ഒന്ന് ചെയർപേഴ്സണായിട്ടുള്ളത് ഒരു സുപ്രീം കോടതിയുടെ റിട്ടയർഡോ അല്ലെങ്കിൽ നിലവിലുള്ളതുമായ ഒരു സുപ്രീം കോടതി ജഡ്ജ്. അത് സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തതാണ്, BJP ആണല്ലോ. 2 എക്സ് ഒഫീഷ്യോ മെമ്പർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. അത് ചീഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, അത് BJP ആണ്. മൂന്നാമത്തതോ എക്സ് ഒഫീഷ്യോ മെമ്പർ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ദ കൺസേൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെക്കാൻ പോകുന്ന ആൾ. ഇപ്പോൾ 3 പേര് മാത്രമാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ ഉണ്ടാവുക. അപ്പോൾ 2 പേര് ഓൾറെഡി BJP ആണ്. മൂന്നാമത്തെ ഒരു സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരാൾ വന്നാൽ നമ്മളുടെ അവസ്ഥ എന്താകും? താങ്കൾ പറഞ്ഞത് ശരിയാണ്. എൻ്റെ ബോധം ഇപ്പോൾ CPM ഭരിച്ച 3 സ്ഥലങ്ങളിൽ നിന്നാണ് ശരത്ത്, അതൊരു സത്യമാണല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ CPM ഭരിച്ച 3 സ്ഥലങ്ങളിലാണ് ഇത്തവണ BJP വിജയിച്ചിട്ടുള്ളത്. എന്നാൽ 3 ഉള്ളത് 30 ആക്കിയേക്കും.
കാരണം എൻ്റെ കോഴിക്കോട് ജില്ലയിൽ ഞാൻ പ്രതിനിധാനം ചെയ്ത ചാലപ്പുറത്ത് നേരത്തെ 8000 വോട്ടുള്ള ചാലപ്പുറത്ത് 800 വോട്ടാക്കി അത് ഇത്തവണ മുറിച്ചു കൊടുത്തത് ചാലപ്പുറത്ത് BJP ജയിക്കാനാണ്. അങ്ങനെയാണ് ആ ചാലപ്പുറം BJP ജയിച്ചിട്ടുള്ളത്. അവിടെ തൊട്ടടുത്തുള്ള എൻ്റെ വാർഡിൽ ഞാൻ മത്സരിച്ച ഭാഗം അത് 13,400 വോട്ടായി ഒറ്റ വാർഡ് മാറുകയാണ്. അപ്പോൾ അങ്ങനെ അശാസ്ത്രീയമായി വാർഡ് വിഭജനം നടത്തുവാൻ കേരളത്തിൽ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഉണ്ടായിരുന്നു. അദ്ദേഹം CPM നിയമിച്ച ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്നു ഷാജഹാൻ. അപ്പോൾ ഷാജഹാൻ്റെ തീരുമാനത്തിന് വിധേയമായി കേരളത്തിലെ 941 പഞ്ചായത്തുകളിലും 6 കോർപ്പറേഷനുകളിലും 156 ബ്ലോക്ക് പഞ്ചായത്തുകളിലുമൊക്കെ ഇതുപോലെ വെട്ടിമുറിച്ച് മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ നോക്കിയിരിക്കാൻ മാത്രമാണ് ഞങ്ങളെ അന്നത്തെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പൊളിറ്റിക്കലായി ഒരു അഫിനിറ്റി ഉള്ള ഒരു താല്പര്യമുള്ള ഒരാൾ കയറിയിരുന്നാൽ മേയാൻ പറ്റുന്ന ഇടമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ അഫിനിറ്റി ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നേരിട്ട് ബോധ്യമുണ്ട്. കഴിഞ്ഞ 15 കൊല്ലമായി അദ്ദേഹം ലക്ഷദ്വീപിലടക്കം അദ്ദേഹം ജില്ലാ ജഡ്ജായിട്ട് വർക്ക് ചെയ്തിരുന്നു. ആ കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ജുഡീഷ്യൽ അഭിഭാഷകരുടെ കീഴിലുള്ള സംഘപരിവാർ സംവിധാനത്തെ ഉണ്ടാക്കിയെടുക്കാനുള്ള ചുമതല നൽകിയ വ്യക്തിയാണ്. അതിനുണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനായിരുന്നു അദ്ദേഹം. ആ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അദ്ദേഹം എന്താണ് ചെയ്തത്? ഇത് പ്രഖ്യാപിച്ച അന്ന് അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട്, അദ്ദേഹത്തിൻ്റെ എക്സ് അക്കൗണ്ട്, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട്, അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലെ വാട്സപ്പ് അക്കൗണ്ട് എല്ലാം ഒരു ദിവസം ഒരു മിനിറ്റിൽ സുപ്രഭാതത്തിൽ അദ്ദേഹം അത് പൂർണ്ണമായും വാനിഷ്ഡ് ആയിരിക്കുന്നു, അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് റിട്രീവ് ചെയ്ത് ആ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇടപാടുകളും അദ്ദേഹത്തിൻ്റെ ആശയവിനിമയങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട്സും ഒക്കെ ബോധ്യപ്പെടുത്തണം എന്ന് ഞാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട് ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ തീരുമാനം വന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ തീരുമാനം വന്നത് സനൽകുമാർ എന്ന് പറയുന്ന അന്നത്തെ നമ്മുടെ ലോ സെക്രട്ടറിയെ കഴിഞ്ഞ ഗവൺമെൻറ് തീരുമാനിക്കുന്നു. അതൊരു സാങ്കേതിക കാര്യത്തിൽ അന്നത്തെ ഗവർണർ അത് ഹോൾഡ് ചെയ്യുന്നു. അതിൻ്റെ ശേഷം കേരളത്തിലെ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അതിന് വിയോജനം രേഖപ്പെടുത്തുന്നു. അങ്ങനെ വിയോജനം രേഖപ്പെടുത്താനുള്ള കാരണം എന്താ? സനൽകുമാറിൻ്റെ അഫിനിറ്റി CPM-നോടായിരുന്നു. ആ CPM-നോടുള്ള അദ്ദേഹം വന്നാൽ അടുത്ത തെരഞ്ഞെടുപ്പും ഞങ്ങൾക്ക് ഇതുപോലെ ഷാജഹാൻ അനുഭവിച്ചതുപോലെയുള്ള അനുഭവം ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾക്ക് ആലോചിക്കുന്നു. ഞങ്ങൾ പറയുന്ന നിഷ്പക്ഷനായിട്ടുള്ള ഒരു സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥൻ വരണം. അത് വന്നെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സത്യസന്ധമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അതാണ് ഞങ്ങളുടെ ആവശ്യം. അപ്പോൾ ഇവിടെ എനിക്ക് ബോധ്യമുള്ള കാര്യമാണ്. അത് എല്ലാവർക്കും മനസ്സിലായിക്കൊണ്ടെന്നില്ല. അത് ഔട്ട് ഓഫ് അജണ്ട വന്നതുകൊണ്ട് മറ്റ് മന്ത്രിമാർക്കോ മറ്റുള്ളവർക്കോ അത് പഠിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അത് ആരോ തെറ്റിദ്ധരിപ്പിച്ചോ എന്തോ ചെയ്താണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ അവസാനം ഒറ്റ മിനിറ്റ് എനിക്ക് ശരത്ത് തരണം. ആ മിനിറ്റ് എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭരിക്കാൻ തുടങ്ങിയാൽ എൻ്റെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഞങ്ങളുടെ ടീം UDF എടുക്കുന്ന തീരുമാനത്തിൽ എന്ത് തെറ്റുകൾ വന്നാലും പത്രക്കാർക്കോ സാധാരണ പ്രവർത്തകർക്കോ പാർട്ടി നേതാക്കന്മാർക്കോ അല്ലെങ്കിൽ UDF-ൻ്റെ നേതാക്കന്മാർക്കോ അത് ഞങ്ങളെക്കുറിച്ച് ഞങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം. ആ തെറ്റ് ഞങ്ങൾ പരിശോധിച്ച് അത് തെറ്റ് തിരുത്തേണ്ടതാണെങ്കിൽ ഞങ്ങൾ തിരുത്തും. അതിന് യൂട്ടേൺ എന്നോ ബലഹീനതയെന്നോ തീരുമാനങ്ങൾ എടുക്കാൻ അശക്തരാണെന്നോ നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞ ഒരു നല്ല ജനകീയനായ മുഖ്യമന്ത്രി, ലക്ഷോപലക്ഷം കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രവർത്തകർ ആവേശത്തോട് കൊണ്ടുവന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ എൻ്റെ KPCC പ്രസിഡന്റിനോട് പരാതി പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ടല്ലേ എനിക്ക് ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ പരസ്യമായി നിങ്ങളോട് സംവദിക്കാൻ കഴിയുന്നത്. നേരെ മറിച്ച് നിങ്ങളുടെ പാർട്ടിയിലെ കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണെങ്കിൽ ഇതുപോലെ എന്നെ പോലെയുള്ള ഒരു പാർട്ടി സെക്രട്ടറി മെമ്പർ ഇതുപോലെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു പാർട്ടി ചാനൽ, അതും വ്യത്യസ്ത പാർട്ടിയുടെ ചാനലിൽ വന്ന് ഇരുന്നാൽ ആ ഇരിക്കുന്നതേ ശരത്തെ ഓർമ്മയുണ്ടാവുകയുള്ളൂ. ആ അദ്ദേഹത്തിൻ്റെ ജീവിതം 51 101 വെട്ടുകൾ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു. അങ്ങനെയുള്ള ഗവൺമെൻറ് ഉള്ളപ്പോഴാണ് എല്ലാം സുതാര്യമായി ഞങ്ങൾക്ക് വിമർശിക്കുവാനും അത് തിരുത്തുവാനും തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തുവാനും തിരുത്താണ്ടതല്ലാണെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തി അതിൽ നിന്ന് എന്നോട് പിൻവലിക്കാനും കഴിയുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ ബൃഹത്തായ മനസ്സുള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ VD സതീശൻ എന്നതാണ് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പറയാൻ. എനിക്ക് ഒരു ചോദ്യം കൂടിയുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മറ്റുള്ളവരിലേക്ക് പോയിട്ട് ഞാൻ താങ്കളിലേക്ക് വരികയും ചെയ്യാം. ഒരു കാര്യത്തിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവർക്കും അത് ആ മനോഭാവം അല്ലെങ്കിൽ ആ ഒരു തരത്തിലൊരു തോന്നലുണ്ടാവാൻ കാര്യമുണ്ട്. താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു ഈ വ്യക്തിയുമായി വ്യക്തിപരമായി യാതൊരു
അകൽച്ചയുടെയോ ഭിന്നതയുടെയോ പ്രശ്നമില്ല. മാത്രവുമല്ല നല്ല അടുപ്പമുണ്ട്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ, ഒരു ന്യായാധിപൻ എന്ന നിലയിലൊക്കെ അദ്ദേഹത്തിന് താങ്കൾ മാർക്ക് കൊടുക്കുന്നു. പക്ഷേ താങ്കളുടെ രാഷ്ട്രീയ ബോധ്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട്, അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ താല്പര്യത്തിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ താങ്കൾ സൂചിപ്പിച്ചു. അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൽ അപാകതയുണ്ട് എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട് PM നിയാസിനെ പോലൊരു പൊതുപ്രവർത്തകൻ എടുക്കുന്നതിലുള്ള താങ്കളുടെ ആ ശൈലി, രീതി, ആ ധീരത, ഇന്ന് രാഷ്ട്രീയമായൊരു ധീരത കൂടിയുണ്ടല്ലോ, ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ എൻ്റെ ഒരു ചോദ്യം സ്വാഭാവികമാണ്. താങ്കൾ മുഖ്യമന്ത്രിയെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു അനിഷ്ടമോ അതൃപ്തിയോ താങ്കളോട് തോന്നാൻ ഇടവരുത്തുന്ന ഒരു ഇടപെടലല്ലേ, ഇറങ്ങിത്തിരിക്കലല്ലേ താങ്കളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്? ഒരു സംശയമാണ്, അങ്ങനെ ഉണ്ടാവില്ലേ? മുഖ്യമന്ത്രിയുടെ ഒരു അതൃപ്തി ക്ഷണിച്ചു വരുത്തുന്ന രീതിയായി പോയോ ഈ നീക്കം എന്ന് സ്വാഭാവികമായി ആളുകൾക്ക് തോന്നരുതോ? ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, താങ്കൾ പറഞ്ഞു മന്ത്രിസഭയിലേക്ക് ഔട്ട് ഓഫ് ദ അജണ്ടയായി ഈ വിഷയം വന്നു, മന്ത്രിമാർ പലരും അറിഞ്ഞില്ല എന്ന് താങ്കൾ പറയുന്നതിനോട് മുഖ്യമന്ത്രി യോജിക്കുമോ? മന്ത്രി KM ഷാജി യോജിച്ചില്ല, പിന്നല്ലേ മുഖ്യമന്ത്രി? അദ്ദേഹം പറഞ്ഞത് എന്താണ്? KM ഷാജി പറഞ്ഞു എല്ലാവരും അറിഞ്ഞെടുത്ത തീരുമാനമാണെന്നല്ലേ പറഞ്ഞു. അപ്പോൾ PM നിയാസ് ആ ഭാഗം അതേക്കുറിച്ച് പറഞ്ഞത് ശരിയല്ല എന്നല്ലേ മന്ത്രിമാർ തന്നെ പറയുന്നത്? മന്ത്രിമാർ അറിഞ്ഞെടുത്ത തീരുമാനമാണ്, മുഖ്യമന്ത്രി മാത്രമല്ല എന്നല്ലേ? നമുക്ക് പിന്നെ ശരത്തെ, നിങ്ങളുടെ പാർട്ടിയും ഞങ്ങളുടെ പാർട്ടിയും തമ്മിൽ വ്യത്യാസമാണ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ അങ്ങനെ പറയുന്നതല്ലേ ശരത്തെ? നിങ്ങളുടെ പാർട്ടിയാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായിട്ട് പിണറായിയാണ് ഇരിക്കുന്നതെങ്കിൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായി നമുക്ക് ഉണ്ടാവില്ല. ശരി, ഉണ്ടായി എന്ന് വിചാരിക്കുക. ഒരു 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 സാങ്കല്പിക ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് നിങ്ങളുടെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർ ഇതുപോലെ ജയ്ഹിന്ദ് TV-യിൽ വന്നാൽ ആ സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഞങ്ങളൊരു കാര്യം തുറന്നു പറയാം, കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെക്കുറിച്ച് നിങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങൾ എടുക്കുന്ന നിലപാട് അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഞാൻ എടുക്കുന്ന തീരുമാനം പരിശോധിക്കാൻ അദ്ദേഹം കാണിച്ച വലിയ മനസ്സുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു 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 മന്ത്രിസഭയിലെടുത്ത തീരുമാനമുണ്ട് 24 മണിക്കൂറിനുള്ളിൽ നടപ്പിലാക്കും. എന്തുകൊണ്ടാണ് നടപ്പിലാക്കാത്തത്? ഇപ്പോൾ 7 ദിവസമായല്ലോ. 7 ദിവസമായി നടപ്പിലാക്കാത്തത് ഇത് പരിശോധിക്കാൻ വേണ്ടിയാണ്. കേരളത്തിലെ ഔട്ട് ഓഫ് അജണ്ടയായി വന്നതുകൊണ്ട് സ്വാഭാവികമായും മറ്റ് മന്ത്രിമാർക്ക് ഇതേക്കുറിച്ച് അന്വേഷിക്കാനോ കണ്ടെത്തുവാനോ അവർക്ക് തോന്നലുണ്ടായില്ല. അതൊരു, ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ വലിയ തെറ്റ് നമ്മളെ ഭാഗത്ത് ഉണ്ടായില്ലേ? ഈ ദേവസ്വം ബോർഡിൽ ഒരു സ്പെഷ്യൽ ഗവൺമെൻറ് പീഡനം വെച്ചു. സത്യത്തിൽ വെക്കാൻ പാടില്ലാത്തൊരു വ്യക്തി അതിനകത്ത് കയറി കൂടിയില്ലേ? ആ കയറി കൂടിയപ്പോൾ തെറ്റ് ബോധ്യപ്പെട്ട് ഞങ്ങൾ പരിശോധിച്ചു. ഞങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അദ്ദേഹത്തെ തിരുത്തിയല്ലോ. അങ്ങനെ തിരുത്താൻ ഞങ്ങൾ മനസ്സ് കാണിച്ചല്ലോ. ഇന്ന് അദ്ദേഹം കേരളത്തിലെ നിയമസഭയിൽ പറഞ്ഞല്ലോ, U-turn എന്നോ അല്ലെങ്കിൽ നിങ്ങൾ ബലഹീനനെന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചോ, തിരുത്തേണ്ടത് ഞങ്ങൾ തിരുത്തും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. രണ്ടാമത്തെ കാര്യം കേരളത്തിലെ മന്ത്രിമാർ അറിഞ്ഞോ അറിഞ്ഞില്ലെന്നാണ്. ഞാനൊരു കാര്യം, ഔട്ട് ഓഫ് അജണ്ട താങ്കൾക്കറിയാലോ, ഒരു 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 ഒരൊറ്റ കാര്യം താങ്കൾ ചോദിച്ച മറുപടി പറയാം. ഞാൻ കേരളത്തിലെ ഷാജി പറഞ്ഞു ഇത് എൻ്റെ വകുപ്പിലെ തീരുമാനമായി ഞങ്ങൾ പോയതാണ്. ഞാനത് ചില പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ പരസ്യമായി പറഞ്ഞു അങ്ങനെയല്ല. കാരണം അങ്ങനെ വന്നാൽ ഞാൻ മന്ത്രിസഭയിൽ വന്നിട്ടില്ല, പക്ഷേ എനിക്ക് മന്ത്രിസഭയിലെ നടപടിക്രമങ്ങളെക്കുറിച്ച് അറിയാം ഒരു അഭിഭാഷകൻ എന്നതൊക്കെ. അത് സാധാരണഗതിയിൽ അങ്ങനെ വരുമ്പോൾ ഒരു ഫയൽ ഒറിജിനേറ്റ് ചെയ്യും. ആ ഫയൽ ഒറിജിനേറ്റ് ചെയ്ത് അതിൻ്റെ സെക്രട്ടറിയും അതുപോലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും അതിന് നോട്ട് ചെയ്ത് മന്ത്രിയുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് ഇയാളെക്കുറിച്ചുള്ള ഈ പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള വിജിലൻസിൻ്റെ നോ ഒബ്ജക്ഷനും അതുപോലെ ഇൻ്റലിജൻസ് റിപ്പോർട്ടും സൈറ്റ് ചെയ്തുകൊണ്ട് ആ വിവരം മന്ത്രി മുഖേന അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഖേന ചീഫ് സെക്രട്ടറിക്ക് അയക്കും. ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് അയക്കും. മുഖ്യമന്ത്രി അത് പരിശോധിച്ച് അത് മന്ത്രിസഭയിൽ വെക്കാവുന്നതാണെന്ന് നോട്ടോടുകൂടി ചീഫ് സെക്രട്ടറിക്ക് കൊടുക്കും. ചീഫ് സെക്രട്ടറി അത് വീണ്ടും കോപ്പികളെടുത്ത് മന്ത്രിമാർക്ക് വിതരണം ചെയ്തുകൊണ്ടാണ് അജണ്ട തയ്യാറാക്കുക. അതിന് അജണ്ടകൾ എന്നാണ് പറയുക. പക്ഷേ ഇത് ഔട്ട് ഓഫ് അജണ്ടയാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനേറ്റ് ചെയ്ത ഒരു അജണ്ട ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഷാജി പറഞ്ഞത് ശരിയായിരിക്കാൻ ഇടയില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യങ്ങൾ എന്തെന്നെ പറഞ്ഞാലും അത് അവിടെ നടക്കുന്ന കാര്യം എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ മന്ത്രിമാർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മന്ത്രിസഭാ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ നടന്ന എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ഔട്ട് ഓഫ് അജണ്ട ആയതുകൊണ്ട് ഞാൻ ഊഹിക്കുന്നത് അതെല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. ഇനി എന്തായിരുന്നാലും ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ ശരത്തെ, ഞാൻ എന്നെ പറയുന്നത് തെറ്റാണ്, എൻ്റെ പാർട്ടി എന്നെ ബോധ്യപ്പെടുത്തിയാൽ അത് ബോധ്യപ്പെടാൻ ഞാൻ തയ്യാറാണ്. എനിക്കങ്ങനെ ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന വ്യക്തിയല്ല. പക്ഷെ എൻ്റെ ബോധ്യങ്ങളാണ്. ഒരു കാര്യം കൂടി, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു മന്ത്രി KM ഷാജി മന്ത്രി അറിഞ്ഞാണ് ഈ തീരുമാനം വന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹം ആ തദ്ദേശഭരണ മന്ത്രി എന്ന നിലയിൽ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്ന നിലയിൽ ശേഷാദ്രിനാഥൻ എന്നയാളെ വെക്കുമ്പോൾ ഇപ്പോൾ താങ്കൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഈ സംഘപരിവാർ താല്പര്യം
അതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടൽ, ഈ തീരുമാനം വന്നയുടൻ അതെല്ലാം അപ്രത്യക്ഷമായത്, ഇതെല്ലാം പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ കെ എം ഷാജി എന്ന് പറയുന്ന മന്ത്രി ഇതെല്ലാം പരിശോധിച്ചിട്ട് ഇത് അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ അതും നിലനിൽക്കില്ല. അപ്പോൾ ആ ജാഗ്രത കുറവ് അവിടെയും സംഭവിച്ചോ? ഞാനൊരു കാര്യം ശരത്തോട് പറയാം. എൻ്റെ അടുത്ത സുഹൃത്താണ് ഷാജി. ഷാജിയെപ്പോലെ മതേതരവാദിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ എങ്ങനെ സംഘീയവൽക്കരിക്കാനും പറഞ്ഞാലും വർഗീയവൽക്കരിക്കാനും പറഞ്ഞാലും ഷാജിയെപ്പോലെ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് എനിക്കറിയില്ല. എത്രയേറെ അദ്ദേഹത്തെ നിങ്ങൾ കുറ്റം പറഞ്ഞാലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ്. പക്ഷേ അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം, മനുഷ്യ സഹജമായ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ആ സാഹചര്യങ്ങൾ ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് എന്ത് തെറ്റുകൾ സംഭവിച്ചാലും അത് തിരുത്തേണ്ട ഉത്തരവാദിത്തം, എനിക്കറിയുന്ന കാര്യങ്ങൾ തിരുത്തേണ്ടത് എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനോടല്ലേ. ഞാൻ അദ്ദേഹത്തോട് ഒരു കത്ത് പോലും കൊടുത്തിട്ടില്ല. കാരണം കത്ത് കൊടുക്കാൻ ഞാൻ അശക്തനാണ്. അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ ഒരു പ്രതിനിധിയായി മന്ത്രിസഭയിൽ വന്നതാണ്. ഞാൻ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റിനോടാണ്. ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട KPC പ്രസിഡന്റിനോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോടും ഒക്കെ വിശദമായി കാര്യം സംസാരിച്ചതാണ്. അവർ എനിക്ക് വേണ്ടി മുഖ്യമന്ത്രിയോട് ഫ്ലോറിൽ നിന്നും അല്ലാതെയും സംസാരിച്ചതാണ്. ഇന്ന് നിയമസഭ നടക്കുന്നതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ പറ്റിയില്ല. സൗകര്യം കിട്ടുകയാണെങ്കിൽ ഞാൻ നാളെ അദ്ദേഹത്തെ നേരിൽ കാണും. അല്ലാതെ തന്നെ എന്നെ കേൾക്കാതെ പോലും അദ്ദേഹത്തിന് ഇക്കാര്യങ്ങൾ വളരെ മനോഹരമായി അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. എൻ്റെ ഭാഗത്ത് തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ പരസ്യമായി പുറപ്പുറത്ത് കയറി പറയും. അതിനൊന്നും എനിക്ക് യാതൊരു ജാള്യതയുമില്ല. അത് ഷാജിയുടെ ഭാഗത്താണ് തെറ്റെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിലും പാർട്ടിക്ക് ഇതുകൊണ്ട്, മുന്നണിക്ക് ഇതുകൊണ്ട് ഒരു തെറ്റുണ്ടാകരുത് എന്ന് മാത്രമേ എനിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് താങ്കൾ എത്രമാത്രം എന്നെ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയാലും എൻ്റെ ബോധ്യമാണ് ശരത്തെ ഞാനിത് പറയുന്നത്. എന്നെ പോലെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ശരത്തിനെ എനിക്ക് അറിയാമല്ലോ. ഞാൻ ഏതെങ്കിലും ചർച്ചയിൽ വന്ന് എന്തെങ്കിലും വിടിവായത്തരം പറഞ്ഞു പോകുന്ന ഒരാളല്ലല്ലോ. ഞാൻ എന്തെല്ലാം കാര്യങ്ങളും എനിക്ക് തെറ്റായ കാര്യങ്ങളാണെങ്കിലും തെറ്റായ കാര്യങ്ങളാണെന്നും ശരിയായ കാര്യങ്ങളാണെങ്കിലും ശരിയായ കാര്യങ്ങളാണെന്നും ഞാനത് സമ്മതിച്ചു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ആ നിലയ്ക്ക് ഉള്ള ഒരു തീരുമാനമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും പിന്നെ ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് എന്തെങ്കിലും തരണമെന്നല്ല. ഇത്രയും കാര്യങ്ങൾ, ഈ റിട്രീവ് ചെയ്ത കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ 15 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ വിഷയങ്ങൾ അത് ബോധ്യപ്പെടുത്തി റിപ്പോർട്ടാക്കി സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പോലും അത് വകുപ്പ് മന്ത്രിയായ KM ഷാജിക്ക് നൽകണമെന്നാണ് ഞാനിന്ന് ആവശ്യപ്പെട്ടത്. അതിന് കാരണം അദ്ദേഹത്തിന് എന്തെങ്കിലും ഇക്കാര്യത്തിൽ തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന ബോധ്യം കൊണ്ടാണ്. ശരി, അതെ. ഞാൻ ശ്രീ നിയാസ്, ഒരു കാര്യം കൂടി താങ്കൾ നേരത്തെ പറഞ്ഞതാണ് എങ്കിൽ ഒരു കാര്യം കൂടി, അതായത് ഇദ്ദേഹത്തിൻ്റെ 15 വർഷക്കാലത്തെ സമൂഹ മാധ്യമ ഇടപെടലിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ താല്പര്യം, പക്ഷപാതിത്വം, അഭിനിവേശം എന്തുമാവട്ടെ, അതിൽ താങ്കൾക്ക് തികഞ്ഞ ബോധ്യമുണ്ടെന്നാണോ? അതിന് ബോധ്യവും തെളിവും താങ്കളുടെ മുമ്പിലുണ്ടോ? അത് ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രിയെ കണ്ടു എന്ന് പറഞ്ഞല്ലോ, മന്ത്രിയെ അത് ബോധ്യപ്പെടുത്താനായോ? ഞാൻ 100% ഞാൻ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ നിങ്ങൾക്കറിയാലോ, എന്ത് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മായ്ച്ചു കളഞ്ഞാലും റിട്രീവ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് പരിശോധിക്കപ്പെടട്ടെ. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ 15 കൊല്ലത്തെ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകളുണ്ടാകും, ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ടാകും. അതെല്ലാം പരിശോധിച്ച്, അതും താങ്കളുടെ ഗവൺമെൻറ്റിൻ്റെ കാലമാണ് 10 വർഷക്കാലം, ഞങ്ങളുടെ ഗവൺമെൻറ് കാലമല്ല. ആ 10 വർഷക്കാലത്തെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ അവിടെ ഉണ്ടാകും, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുകൾ അവിടെ ഉണ്ടാവും. അതെല്ലാമാണ് പരിശോധിക്കണമെന്ന് പറഞ്ഞത്. അദ്ദേഹം പിന്നെ ലക്ഷദ്വീപിലുണ്ടായിരുന്ന കാലം അത് പരിശോധിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ വീണ്ടും പറയാം, അദ്ദേഹം നല്ല ജുഡീഷ്യൽ ഓഫീസറാണ്, അദ്ദേഹം നല്ല അക്കാദമിഷ്യനാണ്, അദ്ദേഹം നല്ല വിവരമുള്ള ആളാണ്. പക്ഷേ ആ വിവരത്തിനുള്ള അംഗീകാരം കൊടുക്കേണ്ട പദവിയല്ല, രാഷ്ട്രീയ ചായ്വാണ് അദ്ദേഹത്തിന് ഞാനുമായി അഭിപ്രായ വ്യത്യാസമുള്ളത്. ആ രാഷ്ട്രീയ ചായ്വുള്ള ഒരു വ്യക്തിയെ ഈ പദവിയിൽ ഇരുത്താൻ, ഞാൻ പറഞ്ഞല്ലോ 3 മെമ്പർമാരുള്ള ഒരു ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ 3ാമത്തെ പ്രതിനിധിയായി വരുന്ന ഒരു BJP അല്ലാത്ത ഒരു പ്രതിനിധി, കറതുന്ന BJP അല്ലാത്ത ഒരു പ്രതിനിധി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? താങ്കൾ പറയൂ. തീർച്ചയായും. ഞാനത് തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഈ കെട്ടകാലത്ത് വളരെ വലിയ ജാഗ്രതയോടെ താങ്കൾ ഉന്നയിക്കുന്ന വിഷയം, ബാക്കിയൊക്കെ പലതരത്തിൽ വ്യാഖ്യാനങ്ങളാകാം, അത് പല രൂപത്തിൽ വരാം. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ പല തലങ്ങളിലേക്ക്, അടരുകളിലേക്ക് അതിനപ്പുറം പോകാത്തത്. പക്ഷേ താങ്കൾ ഈ ചൂണ്ടിക്കാട്ടുന്ന വിഷയം അത് ആ നിലയിൽ ഗൗരവമായി പരിശോധിക്കേണ്ടത് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ.
താങ്കൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണല്ലോ. അത് ഒരു പൊളിറ്റിക്കൽ റിസ്ക് തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, സംശയമൊന്നുമില്ല. താങ്കളെ പൂർണ്ണമായും മുഖ്യമന്ത്രി ചേർത്ത് പിടിക്കുന്നു എന്നതൊക്കെ താങ്കളുടെ നല്ല വിശ്വാസമാവട്ടെ, നല്ല വിശ്വാസമാണ്, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. പക്ഷേ ഒരു സർക്കാരിൻ്റെ തീരുമാനത്തിലെ അപാകത ആ വിധം ചൂണ്ടിക്കാട്ടുകയാണ്. ശ്രീ രതീഷ് ചക്രപാണി, നമ്മൾ കുറച്ചധികം നേരം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. കാരണം അങ്ങനെ ഒരു ഗൗരവമുള്ള വിഷയമാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ഈ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാൻ സംസ്ഥാന സർക്കാർ മന്ത്രിസഭ ശുപാർശ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിയമവകുപ്പിലൂടെ തീരുമാനമായി ഗവർണറുടെ മുമ്പിലേക്ക് പോയ ആളിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച്, സംഘപരിവാർ ബന്ധത്തെ സംബന്ധിച്ച് എത്ര ശക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ പ്രശ്നം എവിടേക്കാണ് പോകുന്നത്? ഇതിനെ മുഖ്യമന്ത്രി ഇപ്പോൾ PM നിയാസിനെ പോലൊരു നേതാവ് പങ്കുവച്ച വിവരങ്ങൾ വളരെ ഗൗരവത്തോടെ അംഗീകരിക്കേണ്ടതായി വരുന്ന ഒരു നിലയാണോ? രതീഷ് ചക്രപാണി ഇത്രയും കേട്ട ശേഷം എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ശരത്തെ, ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, പ്രിയപ്പെട്ട നിയാസിൻ്റെ പോരാട്ടം വളരെ നല്ലതാണ്, അത് സതുദ്ദേശപരമാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. അത് വിജയിക്കട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ ആശംസിക്കുന്നു. പക്ഷേ വിജയിക്കാനുള്ള സാധ്യതകൾ തുലോം കുറവാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ നമ്മുടെ നാട്ടിലിപ്പോൾ നിയാസ് തന്നെ പറഞ്ഞു, KB പ്രദീപ്, അതായത് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായിരുന്ന KB പ്രദീപിൻ്റെ നിയമനമുണ്ടായി, അത് പിൻവലിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അതുപോലെ പിൻവലിക്കാൻ പോകുന്ന ഒറ്റപ്പെട്ട ഒരു സംഭവമാണ് ഇത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കേരളത്തിലേക്ക് ഒരു കോർപ്പറേറ്റ് ഹിന്ദുത്വയുടെ ഒരു കടന്നുകയറ്റം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങളോട് പറയാം. ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ മനോജ് കുമാർ അഗർവാൾ എന്ന് പറയുന്ന ഒരാൾ ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ട് ഇരുന്നിരുന്നു. ഇരുന്നപ്പോൾ അദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ആദ്യം സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റ് അത് പോരാ എന്ന് പറഞ്ഞുകൊണ്ട്, അതിൽ നിന്ന് ആൾ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിലപാടെടുക്കുകയും, രണ്ടാമത് കൊടുത്ത ലിസ്റ്റിൽ വന്നിട്ടുള്ള ഒരാളാണ് മനോജ് കുമാർ അഗർവാൾ എന്ന് പറയുന്നത്. ആ രണ്ടാമത് വന്നിട്ടുള്ള ലിസ്റ്റിൽ മനോജ് കുമാർ അഗർവാളിനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ഒരു കാര്യം ശരത്തും അതുപോലെ പ്രേക്ഷകരൊക്കെ കൃത്യമായി കേൾക്കേണ്ടത്, അദ്ദേഹത്തിനെതിരെ ഡിസ്പ്രപ്പോർഷനേറ്റ് അസറ്റിൻ്റെ പേരിൽ CBI എൻക്വയറി ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ ഹെഡായിരിക്കുമ്പോഴേക്കും അദ്ദേഹം അതിൽ ചില ക്രമക്കേടുകൾ കാണിച്ചു എന്ന് പറയുന്ന രീതിയിൽ പരാതിയും അതിൻ്റെ പുറത്ത് അന്വേഷണവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെരി ഗുഡ്, അങ്ങനെയുള്ള ഒരാളെ വെക്കാം എന്ന് വിചാരിച്ചിട്ടാണ് വെസ്റ്റ് ബംഗാളിൽ അത്തരത്തിലുള്ള ഒരാളെ വെച്ചതും 90 ലക്ഷത്തോളം വരുന്ന വോട്ടുകൾ അവിടെ വെട്ടിമാറ്റപ്പെട്ടതും. അതിനുശേഷം ഈ ജൂലൈയിൽ റിട്ടയർ ചെയ്യാൻ പോകുന്ന അദ്ദേഹത്തെ തൊട്ടടുത്ത ദിവസം, അതായത് അവിടെ സുവേന്ദു അധികാരി അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ ചീഫ് സെക്രട്ടറി ആയിട്ട് വെച്ചതൊക്കെ നമുക്കറിയാം. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത്, സംഘപരിവാർ അല്ലെങ്കിൽ BJPക്കാർ അവരുടെ രാഷ്ട്രീയവും അവരുടെ കോർപ്പറേറ്റ് ബിസിനസ്സുകളുമെല്ലാം ഒന്നിച്ചുകൊണ്ട് പലപ്പോഴും ആളുകളെ പിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ സെൻകുമാർ, ശ്രീലേഖ, ജേക്കബ് തോമസ്, ഇത്തരത്തിലുള്ള നിരവധി ആളുകൾ റിട്ടയർ ആകുമ്പോഴേക്കും അവിടെ പോയി ജോയിൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അത്തരത്തിലുള്ളൊരു ഘട്ടത്തിലേക്കാണ് കേരളവും കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇത് ഈ ഒരു പോസ്റ്റിൻ്റെ പുറത്ത് മാത്രം ഒറ്റപ്പെട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു സമരമാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്ന്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ PM നിയാസ് തന്നെ ഇവിടെ ഇതൊന്നൊക്കെ ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ്, നമ്മുടെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഷാജിക്കോ ഒക്കെ അറിയാത്തതുകൊണ്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ നിഷ്കളങ്കമായി വിചാരിക്കാം. പക്ഷേ അങ്ങനെ ആയിരുന്നുവെങ്കിൽ 27-ാം തീയതിയാണ് PM നിയാസ് എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്തപ്പെട്ട, അദ്ദേഹം കോഴിക്കോട്ടിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് കൂടിയാണ്, അദ്ദേഹം KPCC ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം പാർട്ടിക്ക് ഒരു പരാതി എഴുതി നൽകുകയാണ് ചെയ്യുന്നത്. 27-ാം തീയതിയാണ്. ശരത്ത് അറിയേണ്ടത്, പ്രേക്ഷകർ അറിയേണ്ടത്, ഇപ്പോൾ 72 മണിക്കൂറുകൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 72 മണിക്കൂറിനകം അദ്ദേഹത്തിൻ്റെ പരാതിയിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന 2 വാചകങ്ങളുണ്ട്. ഒന്ന്, ഡീലിമിറ്റേഷൻ കമ്മിറ്റിയിൽ ഇദ്ദേഹം മെമ്പറാകേണ്ടതാണ്. രണ്ടാമത്തേത്, കോൺഗ്രസിന് ഇത് തീരാ തലവേദനയാകാൻ പോകുന്നൊരു തീരുമാനമാണ്. കാരണം അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം പഞ്ചായത്തുകളുടെ വിഭജനം വരുന്നു, അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മുടെ ലോക്സഭാ സീറ്റുകളുടെ നമ്പർ കൂടിയേക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വലിയ തോതിൽ വിഭജനം വരുന്നു എന്ന് പറയുന്ന ഒരു ആശങ്ക അദ്ദേഹം ഉന്നയിക്കുമ്പോൾ, ഇതൊന്നും അറിയാത്തവരാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആശങ്ക നമുക്കൊന്ന് പരിശോധിക്കാം എന്ന് ഇദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കാനും പബ്ലിക്കായി പറയേണ്ടതില്ല എന്ന് പറയാനും പോലും അവർ തയ്യാറാവാത്തത് എന്താണ്? ഒന്ന്. രണ്ടാമത്തെ അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിയാസ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം ഈ ചാനലുകളിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ വെല്ലുവിളിക്കുന്നു KM ഷാജിയെ, എനിക്കറിയാം കൃത്യമായി സംഘപരിവാർ ബന്ധമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത കാര്യം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം തന്നെ ഈ പ്രഖ്യാപനം വന്ന് ഇദ്ദേഹത്തെ അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ വാർത്ത വന്നതിന് ശേഷം ഏതാണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം തന്നെ ഒറ്റടിക്ക് ആ അക്കൗണ്ടുകളൊക്കെ തന്നെ ഇല്ലാതാകുന്നു എന്ന് പറഞ്ഞാൽ, അത് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം ഒരു പോസ്റ്റിലേക്ക് ഇരിക്കാനുള്ള അയോഗ്യതയല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്ക്.
ഇപ്പം എന്നെ ഒരു പോസ്റ്റിലേക്ക് നിയമിക്കുന്നു, അപ്പം തന്നെ എൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഓടിക്കളയുന്നു എന്ന് പറഞ്ഞാൽ എനിക്കെന്തോ ഒളിച്ചു പിടിക്കാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത്ര ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ജുഡീഷ്യൽ സർവീസിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെയോ പ്രതികരണങ്ങൾ നടത്താൻ പോലും ലിമിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ജഡ്ജിനെ അങ്ങനെ പിരിച്ചുവിട്ടിട്ടുണ്ട്, അത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ പോലും ഇല്ലാതാക്കുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ അത് വേറെ ആരെങ്കിലും ഇല്ലാതാക്കിയതാണോ? അപ്പോൾ അത്തരത്തിൽ അതീവ ദുരൂഹമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിൽ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഇപ്പോൾ ഭരണം കയ്യിലേൽക്കുന്ന ആളുകളുടെ മൗനാനുവാദത്തോടുകൂടി പലപ്പോഴും ഒരു കോർപ്പറേറ്റുകളും അതുപോലെ തന്നെ ഹിന്ദുത്വവുമായിട്ടുള്ള ഒരു ബ്ലൻഡ് നമ്മുടെ രാജ്യത്തുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ജയശങ്കർ മന്ത്രിയായിരിക്കുന്നു, അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അജിത് ഡോവൽ ഇതുപോലെ ഒരു ഉദ്യോഗസ്ഥനായിരിക്കുന്നു, ഇപ്പോൾ ഏതാണ്ട് BJPയുടെ വലിയൊരു ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ ആയിക്കൊണ്ട് ഏതാണ്ട് അതേ രീതിയിലേക്ക് കേരളവും പിടിക്കാനുള്ള ഒരു തന്ത്രം മെനയുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടി ഇത്തരം ആളുകളെ അപ്പോയിൻറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. റൈറ്റ്. ശ്രീ M. ജയചന്ദ്രൻ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിച്ചു. അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. അതിൻ്റേതായ രാഷ്ട്രീയം അത് നിയാസ് സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോൾ ഗവർണറുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗവർണർക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന ഒരു പേരിലേക്ക് തന്നെ സർക്കാർ എത്തുകയാണ്. ആ നിലയിലൊരു ഒരു 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 ഏർപ്പാട് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് വളരെ കൃത്യമായി വ്യക്തമായി കഴിഞ്ഞു. ഇത്ര ശക്തമായി PM നിയാസിനെ പോലൊരു നേതാവ് വളരെ ശക്തമായി വിഷയം ഉന്നയിച്ചു, പാർട്ടിക്കകത്ത് പറഞ്ഞു. ഇപ്പോൾ രതീഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞു, എത്ര ദിവസമായി ഇതിപ്പോൾ പരസ്യമായി പറയുന്ന നില വരുന്നു. ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല. നിയാസ് അപ്പോഴും വളരെ പ്രത്യാശയോടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ സർക്കാർ, അദ്ദേഹത്തിൻ്റെ മുഖ്യമന്ത്രി ആ തീരുമാനത്തിലേക്ക് വരും, തിരുത്തും എന്ന് തന്നെയാണ് പറഞ്ഞത്. ഷാജിക്കടക്കം തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ രതീഷ് ചക്രപാണി പറഞ്ഞാൽ എത്ര മണിക്കൂറുകളും എത്ര ദിവസങ്ങളുമായി, എന്നിട്ടും ആ തീരുമാനം തിരുത്തപ്പെടുന്നില്ല, പരസ്യമായി ചർച്ച ചെയ്യപ്പെടുന്നു. അതിൻ്റെ വലിയ ക്ഷീണവും മോശത്തരവും സർക്കാരിന് ഉണ്ടാകുന്നു, ആ പ്രതിച്ഛായയ്ക്ക് സംഭവിക്കും. എന്നിട്ടും അത് പ്രശ്നമല്ലാത്ത വിധം നടക്കട്ടെ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണോ? എന്നാൽ അദ്ദേഹത്തിൻ്റെ വലിയ ആത്മവിശ്വാസമുണ്ട്, നിയാസിൻ്റെ ആത്മവിശ്വാസവും താങ്കൾ കേട്ടല്ലോ. സംഭവിക്കാൻ പോകുന്നത് എന്താവും? സംഭവിക്കാൻ പോകുന്ന സതീശൻ എന്ത് തീരുമാനമെടുക്കുന്നു അതേ നടക്കുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ. കാരണം ഇതുപോലുള്ള തന്ത്രപ്രധാനമായ ഒരു പദവിയിലേക്ക്, ആ ഒരു കസേരയിലേക്ക് ഒരാളിനെ നിയമിക്കുമ്പോൾ അയാളുടെ ജാതകം മൊത്തം പരിശോധിച്ചിട്ടല്ലേ സതീശനെ പോലെ ഒരാളെ എടുക്കൂ? അല്ലെന്ന് ശരത്തിന് തോന്നുന്നുണ്ടോ? എന്താണ് ശേഷാദ്രിനാഥൻ എന്നുള്ളത് മൊത്തം പരിശോധിച്ചിട്ട് VD സതീശൻ നിയമനത്തിന് തീരുമാനിക്കൂ, അംഗീകാരം നൽകൂ. അതിലൊരു സംശയവുമില്ല. അല്ല, മാത്രമല്ല ഈ പോസ്റ്റിലേക്ക് കോൺഗ്രസ് അനുഭാവികൾ അല്ലെങ്കിൽ കോൺഗ്രസിന് കൂടെ സ്വീകാര്യമായ മറ്റു പേരുകൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ പേരിലേക്ക് ശുപാർശ വരുന്നത് എന്നതുകൂടി ഓർക്കണം. മുഖ്യമന്ത്രിക്ക് താങ്കൾ പറഞ്ഞ പോലെ ഇക്കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല, പക്ഷേ നിയാസ് പറയുന്ന പോലെ ബോധ്യപ്പെട്ടപ്പോൾ തിരുത്തുന്നു എന്ന് പറയാമല്ലോ. അതിൻ്റെ ഒരു ലക്ഷണമാണോ ഇന്ന് സഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ അതിനെ U-ടേൺ എന്ന് വിളിച്ചോളൂ, തിരിച്ചടി എന്ന് വിളിച്ചോളൂ, പക്ഷേ തെറ്റ് കണ്ടാൽ തിരുത്തും എന്ന് പറയുന്നതിലൊരു മെസ്സേജ് ഉണ്ടോ? ഈ കാര്യം കൈവിട്ടുപോയി എന്നൊരവസ്ഥ അതിനകത്തുള്ളത് കൊണ്ടാണോ? അല്ല, ഇത് ഞാൻ പറഞ്ഞത് തന്നെയാണ് സ്ഥലത്ത്. ഈ തന്ത്രപ്രധാനമായ ഒരു പദവിയിലേക്ക് ഒരാളിനെ ഇരുത്തുമ്പോൾ ആ ആളിനെ പറ്റി സമ്പൂർണമായി മനസ്സിലാക്കിയതിന് ശേഷമല്ലേ സതീശനെ പോലെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരു സീസൺഡ് പൊളിറ്റീഷ്യൻ തീരുമാനമെടുക്കൂ. അതിന് നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. അതൊരു കാര്യം. രണ്ടാമത് ഈ പ്രശ്നത്തിൽ പ്രിയപ്പെട്ട നിയാസിനെ പോലെ കോൺഗ്രസിൽ നിന്ന് ആരാണ് ഒരു വിമർശക ശബ്ദം ഉയർത്തുന്നത് ഈ കാര്യത്തിൽ എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഗതിയല്ലേ? അത് നോക്കണ്ടേ? KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്. ശ്രീ നിയാസിന് ഏറ്റവും അടുപ്പുള്ള ആളാണ് PCC പ്രസിഡന്റ്. അദ്ദേഹം ഞങ്ങൾ അത് പരിശോധിക്കുന്നുണ്ട് എന്നൊരു 2 വാക്ക് പറഞ്ഞാൽ മതി. അത് പറയുന്നില്ല. KPCCയിലെ മറ്റാൾക്കാരോ യൂത്ത് കോൺഗ്രസിലെയോ മഹിളാ കോൺഗ്രസിലെയോ മറ്റാരെങ്കിലോ MLA മാർ മറ്റാരെങ്കിലുമോ ആരും അത് എൻഡോഴ്സ് ചെയ്യുന്നില്ല. ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കുകയും അതിനെ മുമ്പോട്ട് നയിക്കുകയും ചെയ്യേണ്ട മുഴുവൻ ബാധ്യതയും അഡ്വക്കേറ്റ് PM നിയാസ് എന്ന KPCC ജനറൽ സെക്രട്ടറിയുടെ
ചുമലിൽ മാത്രമായി അല്ല, അത് മാത്രമാണോ ശ്രീ നിക്ഷിപ്തമാക്കപ്പെട്ടിരിക്കുന്നു. ജയചന്ദ്രൻ? നോക്കൂ, ഈ സർക്കാർ, ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു മാസക്കാലമേ ആയിട്ടുള്ളൂ. എപ്പോഴും പറയുന്ന പോലെ ഒരു സർക്കാരിനെ ശരിയായി വിലയിരുത്തേണ്ട സമയമായിട്ടില്ല. പക്ഷേ സർക്കാർ എങ്ങനെ പ്രവർത്തിക്കാൻ പോകുന്നു, അതിൻ്റെ ദിശ എന്താണെന്ന് വ്യക്തമാണ്. എത്രയോ വന്ന വിവാദങ്ങളെക്കാൾ അപ്പുറമാണ് വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളെന്ന് പറയാം. സംഘ് പരിവാർ താല്പര്യത്തിൻ്റെ ആ കൂട്ടുകെട്ടിലേക്കും കേന്ദ്ര സർക്കാരുമായി ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു ഫൈറ്റിലേക്ക് പോകാൻ നിരവധി വിഷയങ്ങളിൽ താല്പര്യമില്ലാത്ത സർക്കാരിനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ ആ ദിശ വ്യക്തമാണ്. ആ ദിശ വ്യക്തമാണ് എന്ന് പറയുന്ന ഇടത്ത് ഇപ്പോൾ PM നിയാസ് വളരെ ചങ്കുറപ്പോടെ പരസ്യമായി ഈ വിഷയത്തിൽ ഇടപെട്ടു, വളരെ ശക്തമായ ഒരു ഫൈറ്റിന് ഇറങ്ങി തിരിച്ചു. അദ്ദേഹത്തിന് തന്നെ ജില്ലയിലെ ഒരു DCC ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിനെതിരെ ഇന്നിപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ നിലപാടിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്നത് അതായിരിക്കുന്നില്ലേ? സർക്കാർ വന്നിട്ട് ഒരു മാസമല്ലേ ആയുള്ളൂ, പല എതിർപ്പുകൾ ഉണ്ടാകാം. പക്ഷേ അത് അങ്ങനെ പരസ്യമാക്കണ്ട, വരട്ടെ, എങ്ങനെയൊക്കെ പോകുന്നു എന്ന് നോക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കില്ലേ കോൺഗ്രസ് നേതാക്കൾ? എല്ലാവരെയും ഇങ്ങനെയൊന്നും ആർക്കും ഒരു എതിർപ്പും ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ് നമ്മൾ കാണേണ്ട കാര്യമുണ്ടോ? അല്ല, പിന്നെ എല്ലാ നേതാക്കളും VM സുധീരനെ പഠിക്കുകയാണെന്നും ആർക്കും പറയാൻ കഴിയില്ലല്ലോ. പ്രത്യേകിച്ചും PM നിയാസിനെ പോലെ മെൽറ്റുള്ള ഒരു പൊളിറ്റീഷ്യൻ. ഞാൻ അങ്ങനെ പറയില്ല. പിന്നെ VM സുധീരൻ പറയുന്നതിന്റെ എന്താണെന്നുള്ളത് നമുക്കറിയാം, അത് വേറൊരു കാര്യമാണ്. പക്ഷേ VM സുധീരന് പറയേണ്ടി വരുന്നു ചില കാര്യങ്ങൾ എന്നുള്ളത് പ്രസക്തമായ കാര്യമല്ലേ? അത് ചെറിയ കാര്യമാണ്. VM സുധീരൻ ആരാണ്? ഇപ്പോൾ കോൺഗ്രസ് അധികാര സ്ഥാനത്തൊന്നും അദ്ദേഹത്തിന്റെ സ്വാധീനങ്ങൾ തീരെ ദുർബലമായിരിക്കാം. പക്ഷേ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ഒരു സ്വീകാര്യത ഉണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ മീഡിയയുടെ അദ്ദേഹം എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നത്. ആ സുധീരൻ പറയുന്നതിന് പോലും ഒരു മറുപടിയും പറയേണ്ടതെന്ന് ആദ്യമേ തീരുമാനിക്കുകയാണ്. സുധീരൻ എന്ത് പറഞ്ഞാലും മറുപടി പറയേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങളുടെ ഡയമെൻഷനിലേക്ക് ഒരു വിഷയം വരുമ്പോൾ അതിന്റെ വ്യത്യസ്ത ഡയമെൻഷനുകൾ ഈ മുഖ്യമന്ത്രി നോക്കും. പക്ഷെ സുധീരൻ പറയുന്നതിന് ഡയമെൻഷനിലേക്ക് പോകേണ്ടെന്ന് മുൻകൂട്ടി തീരുമാനമുണ്ട്, പോകുന്നില്ല. അതുപോലെ ഇപ്പോൾ നിയാസ് ഒറ്റയ്ക്കല്ല എന്ന് ഞാൻ വിചാരിക്കുന്ന ആളാണ്. നിയാസ് ഒറ്റയ്ക്ക് ഇത്തരം ഒരു യുദ്ധത്തിൽ ഇറങ്ങി പുറപ്പെടാൻ മാത്രം പിന്നെ വിട്ടിയല്ല. എന്തായാലും അദ്ദേഹത്തിന് നല്ല പിന്തുണ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് കിട്ടുന്നുണ്ട് എന്ന് കരുതുന്നു എന്നാണോ? അതാ ഞാൻ പറഞ്ഞത്. അത്തരം യുദ്ധം അദ്ദേഹം കാണിക്കില്ല. കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ പരസ്യമായി പിന്തുണയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള പലരുമുണ്ട്. ഒരാളല്ല, പലരുമുണ്ട്. ആ പലരിൽ മന്ത്രിസഭയിൽ ഉൾപ്പെട്ട ആൾക്കാർ പോലും ഉണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളെ പിന്തുണയ്ക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അവർക്ക് പുറത്ത് വരാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നതിന് അവർ എതിർക്കാനും വരില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മന്ത്രിസഭയ്ക്കകത്തേക്ക് ഈ വിഷയത്തെ ഇപ്പോൾ ഔട്ട് ഓഫ് അജണ്ട ആയിട്ടാണ് വന്നത്. പക്ഷേ ഗൗരവമായി മന്ത്രിസഭയ്ക്ക് പുറത്ത് ഉയർന്നു വന്നിട്ടുള്ള ഈ പ്രശ്നം ഇന്നിപ്പോൾ രാവിലെ മന്ത്രിസഭായോഗം ഉണ്ടായിരുന്ന മന്ത്രിസഭാ യോഗത്തിൽ മറ്റു മന്ത്രിമാർ ഈ വിഷയം ഉന്നയിച്ചോ എന്ന് നമ്മൾക്കറിയില്ല. അല്ലെങ്കിൽ വരുന്ന മന്ത്രിസഭാ യോഗങ്ങളിലുമൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആലോചനകളിലൊക്കെ മറ്റു മന്ത്രിമാർ വളരെ ശക്തമായി, മറ്റു കോൺഗ്രസ് മന്ത്രിമാർ തന്നെ വളരെ കാര്യമായി ശക്തമായി മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഈ വിഷയം ഉന്നയിക്കും, ഇത് അപകടം ചെയ്യും എന്ന് പറയാനിടയുണ്ടെന്നാണോ? പ്രധാനപ്പെട്ട ഒരു കോൺഗ്രസ് മന്ത്രി, പേര് പറയുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്നലെയും ഇന്നും മുഖ്യമന്ത്രിയോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഇന്നലെയും ഇന്നും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി അതിലൊന്നും അത് പിന്നെ പറഞ്ഞോട്ടെ, തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ എന്ന നിലയിലുള്ള മറുപടിയാണ് പാസ് ചെയ്തത്. അപ്പൊ തീരുമാനം അവിടെ ഉണ്ട്, എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ, അതുണ്ട് അവിടെ. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നായിരുന്നു മറ്റൊരാളുടെ ചോദ്യം ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഉണ്ടായത്. ഇങ്ങനെ എന്തിനാണ് ഉന്നയിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണോ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രഷർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു വേറൊരു മുനവെച്ച വർത്തമാനം. അത്തരത്തിലുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാകുന്നുണ്ട്. എങ്കിലും അദ്ദേഹം ആ ഫൈറ്റുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹം ഒറ്റയ്ക്കല്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശരത്തെ, ശരി. ഇവിടെ ശ്രീ നിയാസ്, ഉയർന്നു വന്നൊരു സ്വാഭാവികമായ സംശയമുണ്ട്. മന്ത്രിസഭ എടുത്ത തീരുമാനമാണ്, ഔട്ട് ഓഫ് അജണ്ട, നേരത്തെ താങ്കൾ അത് സൂചിപ്പിച്ചു. പക്ഷേ വളരെ വ്യക്തതയോടെ തെളിവുകളോടെ ബോധ്യങ്ങളോടെ താങ്കൾ ഈ വിഷയം ഒബ്ജക്ഷൻ ഉന്നയിക്കുന്നു. ഇന്ന് ആഭ്യന്തരമന്ത്രിയെ കണ്ടു പറയുന്നു, മുഖ്യമന്ത്രിക്കടക്കം കാര്യം ബോധ്യപ്പെട്ടു, മന്ത്രിമാർ തന്നെ ചില മന്ത്രിമാർ മുഖ്യമന്ത്രിയോട് ഇക്കാര്യം സംസാരിച്ചു എന്ന ഒരു ബോധ്യമുണ്ട് എന്നാണ് ശ്രീ ജയചന്ദ്രൻ പറഞ്ഞത്. താങ്കൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, പക്ഷേ അത് പറയണമെന്നില്ല. പക്ഷേ ഇപ്പോൾ രതീഷ് ചക്രവാണി ചോദിച്ച പോലെ എന്നിട്ട് എത്ര ദിവസങ്ങളായി, എത്ര മണിക്കൂറുകളായി? അപ്പോൾ അതിനനുസരിച്ചൊരു തിരുത്താനായിരുന്നുവെങ്കിൽ അതിവേഗം ചെയ്യേണ്ടതല്ലേ? വലിച്ചു നീട്ടി ഉണ്ടാകുന്ന ഡാമേജ് എല്ലാം ഉണ്ടായ ശേഷമാണ് ഒരു പരിഹാരം ഉണ്ടാകേണ്ടത്. അതിനർത്ഥം
ഒരു തിരുത്തലുണ്ടാകാൻ പോകുന്നില്ല മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്ന് ഇവർക്ക് ഒരു തോന്നലുണ്ട്. അതാണ് അവർ സൂചിപ്പിച്ചത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, താങ്കൾ പറഞ്ഞാൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം, ദേശീയ ഡീലിമിറ്റേഷൻ കമ്മീഷനിൽ മെമ്പറായി പോകുന്നയാളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അങ്ങനെ പോകുന്നത് ഒരു കോൺഗ്രസ് UDF ഭരണകാലത്ത് ഒരു സംഘപരിവാർകാരനാണ്, അങ്ങനെ ഒരു അനുകൂലിയാണ് എന്ന് വരുന്നതിൽ അപകടം താങ്കൾ ചൂണ്ടിക്കാട്ടി. അപ്പോൾ ഇത് ഒരു ഗവൺമെൻറ് പ്ലീഡറെ വെച്ചതുപോലത്തെ നിയമവകുപ്പിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ എന്താ പറയുന്ന തീരുമാനത്തിൽ മാത്രം നിൽക്കുന്ന ഒരു നയപരമായ പ്രശ്നം ഇതിനകത്തില്ലേ? അങ്ങനെ ഒരു നയപരമായ പ്രശ്നമുള്ളപ്പോൾ അതിനകത്ത് AICCയുടെ ക്ലിയറൻസ് വേണ്ടതുണ്ടോ? പ്രത്യേകിച്ചൊരു തർക്കം വരുമ്പോൾ താങ്കൾ അങ്ങനെ AICCക്ക് പരാതി കൊടുത്തിട്ടുള്ളതായും മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു നയപരമായ പ്രശ്നം കൂടിയല്ലേ താങ്കൾ ഈ ഉന്നയിച്ചിരിക്കുന്നത്? AICCയുടെ തീരുമാനപ്രകാരം അത് സർക്കാരിൻ്റെ നയപരമായ കാര്യങ്ങളിൽ പാർട്ടി ഇടപെടാറില്ല. അത് നയപരമായ കാര്യങ്ങളിൽ പാർട്ടി അതായത് സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുമായി ആലോചിച്ച് പാർട്ടിയുമായി ആലോചിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ജനറൽ നിർദ്ദേശം മാത്രമാണ് നൽകാറുള്ളത്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ക്ലിയറൻസ്, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ശ്രീനിവാസ് ഇതിൽ ഞാൻ ഉദ്ദേശിച്ചത് ഇതിലൊരു പൊളിറ്റിക്കൽ ക്ലിയറൻസ് പാർട്ടി കൊടുക്കേണ്ടതായിട്ടില്ലേ, വേണ്ടതുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു പരാതി കൊടുത്തു ഇന്ന കാര്യത്തിൽ നമ്മുടെ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൽ ചില വ്യക്തത വരുത്തണം, അല്ലെങ്കിൽ അതിൽ ഹൈക്കമാൻഡ് ഇടപെടണം എന്ന് പറഞ്ഞാൽ അതിൽ എൻ്റെ പരാതിയിൽ നിജസ്ഥിതിയുണ്ട് എന്ന് ഹൈക്കമാൻഡ് തോന്നി. എൻ്റെ പരാതി എന്നല്ല, ആരുടെ പരാതിയിൽ കൊടുത്താൽ ഹൈക്കമാൻഡ് ഒരുപക്ഷെ ഇടപെടുമായിരിക്കും. അല്ലാതെ ജനറലായിട്ട് അങ്ങനെ ഇടപെടാറില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. താങ്കൾ പറഞ്ഞ ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾ ആലോചിക്കേണ്ടത് ബെറ്റർ ലേറ്റ് ദെൻ നെവർ എന്നാണ്. ഞാൻ പറയുന്ന ഒരു തീരുമാനം കൊണ്ട് മാത്രം ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തിക്കും തെറ്റുപറ്റാലോ. ഇപ്പോൾ ഞാൻ പറയുന്നു ഷാജി എടുത്ത തീരുമാനത്തിൽ തെറ്റാണ്, അല്ലെങ്കിൽ ഷാജിയുടെ വകുപ്പിൽ നിന്ന് വന്ന തീരുമാനമല്ല, അത് ഔട്ട് ഓഫ് അജണ്ടയാണ് എന്നൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ഇട്ട ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് പക്ഷേ വസ്തുതാപരമായി തെറ്റാണെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുകളുണ്ടെങ്കിൽ എൻ്റെ അറിവിലും വിശ്വാസത്തിലും വല്ല തെറ്റുകളും അറിയാതെ വന്നുകൊണ്ടിരിക്കുക, അത് ബോധ്യപ്പെടണമല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ ഒരു തീരുമാനം അത് ഒരു വസ്തുതകൾ പരിശോധിക്കുന്നതിന് 1-2 ദിവസം എടുത്താലും തീരുമാനം വളരെ കൃത്യമായിരിക്കണം. CH ചോദ്യമാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ ഞാൻ വായിച്ചതാണ്. ഒരു തീരുമാനങ്ങൾ ഞാൻ പലപ്പോഴും പലതവണ ആവർത്തിച്ചാണ് എടുക്കാറുള്ളത്. അത് ചിലപ്പോൾ താമസം നേരിട്ടേക്കാം, ചിലപ്പോൾ ദിവസങ്ങൾ നേരിട്ടേക്കാം, ചില മണിക്കൂറുകൾ എടുത്ത് ആണ് ഞാൻ പല കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. പക്ഷേ അങ്ങനെ മണിക്കൂറുകൾ എടുത്ത് തീരുമാനമെടുത്താലും ദിവസങ്ങളെടുത്ത് തീരുമാനമെടുത്താലും ആ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് അന്തിമമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ട തീരുമാനങ്ങളായിരിക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ട്. ശരിയായ തീരുമാനങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ചില തീരുമാനങ്ങൾ ഓൾറെഡി പെട്ടെന്നെടുത്ത തീരുമാനങ്ങളിൽ തെറ്റുപറ്റിയെന്നാണല്ലോ എൻ്റെ ആരോപണം, അല്ലെ എൻ്റെ ഒരു പരാതി അതാണല്ലോ. ആ പരാതി പരിശോധിക്കാൻ 1-2 ദിവസം എടുത്താൽ, ചക്രപാണി ഇവിടെ പറഞ്ഞത് ഞാൻ അങ്ങനെ ദിവസം എടുത്താലും അത് സത്യസന്ധമായ അന്വേഷണം. ഞാനിവിടെ ഒരു കാര്യം ഒന്നുകൂടി ആവർത്തിക്കുകയല്ല, ഒന്ന് ക്ലിയർ ആക്കുകയാണ്. ഞാൻ എന്തെങ്കിലും പുതിയ ഒരു തെളിവുകൾ കൊണ്ടുവന്നതല്ല. ഞാൻ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയോട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ സോഷ്യൽ മീഡിയകൾ റിട്രീവ് ചെയ്ത്, അല്ലെങ്കിൽ അപ്രത്യക്ഷമായത് റിട്രീവ് ചെയ്ത് ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 15 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിൻ്റെ നടപടികളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങളുമൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടണം. അല്ലെങ്കിൽ അതൊന്ന് കഴിഞ്ഞ കാലങ്ങളിലുള്ള റിപ്പോർട്ടുകൾ ഒന്ന് വിലയിരുത്തണം. ആ വിലയിരുത്തിയ റിപ്പോർട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിക്ക് ലഭ്യമാക്കണം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ അവരൊന്നും കൂടി അന്വേഷണം നടത്തി സത്യം ബോധ്യപ്പെടണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ ഞാനൊരു തെളിവ് കൊടുത്ത് ഇന്ന തെളിവ് നോക്കൂ, അങ്ങനെയല്ല. എനിക്ക് ബോധ്യമുള്ളതാണ്. ഇത് പ്രാദേശികമായി അദ്ദേഹം വർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ, അദ്ദേഹം ജോലി ചെയ്ത സ്ഥലങ്ങളിൽ, അദ്ദേഹം മുന്നോട്ട് പോയ സ്ഥലങ്ങളിൽ, അവിടെയെല്ലാം ഉള്ള ആളുകളുമായി ബന്ധപ്പെട്ടാൽ അദ്ദേഹത്തിനെക്കുറിച്ച് അറിയുന്നതാണ്. എന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട്. ഇപ്പോൾ ശരത്തിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ എന്തെല്ലാം മാർഗ്ഗമുണ്ട്. ശരത്തിൻ്റെ ഡിബേറ്റ് എനിക്ക് പരിശോധിക്കാം, ശരത്തിൻ്റെ ജീവിതങ്ങൾ പരിശോധിക്കാം, ശരത്തിൻ്റെ ഇടപെട്ട് നിൽക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളെക്കുറിച്ച് പരിശോധിക്കാം, ശരത്തിൻ്റെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ എനിക്ക് പരിശോധിക്കാം. അങ്ങനെയല്ലേ ഞാൻ ശരത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അതേപോലെയുള്ള പരിശോധന വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ആ പരിശോധനയിൽ ഞാൻ പറയുന്നതിൽ ഇതിലേക്ക് അദ്ദേഹത്തിന്റെ പേര് കടന്നു വന്നു. ശുപാർശ രണ്ടാമതാണല്ലോ. ശുപാർശ ചെയ്യപ്പെടേണ്ടവരുടെ പരിഗണനാ പട്ടികയിലേക്ക് എങ്ങനെ അദ്ദേഹത്തിന്റെ പേര് കടന്നു വന്നു എന്നതും പരിശോധിക്കേണ്ടതല്ലേ? ഞാനൊരു കാര്യം പറയാം. അദ്ദേഹം പറഞ്ഞതെന്താ, ഷാജി പറഞ്ഞതെന്താ, അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് ഞാൻ വായിച്ചു. നല്ല ജഡ്ജ്മെൻറ്റാണ്.
അദ്ദേഹം നടത്തിയിരിക്കുന്ന പല കേസുകളുടെയും ഹിസ്റ്ററി ഞാൻ പരിശോധിച്ചു, അദ്ദേഹം ഇരുന്ന പദവികൾ ഞാൻ പരിശോധിച്ചു. ഇതിലൊക്കെ എവിടെയാണ് തെറ്റുള്ളത്? ഞാനിപ്പോഴും പറയാം, അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് എക്സലൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ അക്കാദമിക് പാഠവം അത് റിമാർക്കബിളാണ്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഏറ്റവും സത്യസന്ധമായ അക്കാദമിക് ട്രാക്ക് റെക്കോർഡ് സത്യം. എൻ്റെ പരാതി ഇതൊന്നുമല്ല. എൻ്റെ പരാതി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളാണ്, രാഷ്ട്രീയ പക്ഷപാതിത്വമാണ്. അത് പരിശോധിക്കപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു പിഴവ് സംഭവിച്ചിട്ടില്ലേ? അദ്ദേഹം ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയതുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ജഡ്ജ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട അദ്ദേഹം ഇരുന്ന തസ്തികളെക്കുറിച്ച് മാത്രം ചിലപ്പോൾ പരിശോധിച്ചിട്ടുണ്ടാകാം. ശരി, അങ്ങനെയാണെങ്കിൽ അതാണല്ലോ ഞാൻ പരിശോധിക്കണമെന്ന് പറഞ്ഞത്, അതാണല്ലോ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ശരി ശ്രീനിവാസ്, അങ്ങനെയാണെങ്കിൽ ഈ വിഷയം ഉന്നയിച്ചത് ഏതെങ്കിലും പ്രതിപക്ഷത്തു നിന്ന് ഒരാളല്ല, കോൺഗ്രസിൻ്റെ ഒരു നേതാവാണ്, ഷാജിയുടെ അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള താങ്കളാണ്. അപ്പോൾ ആ പറയുന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അപ്പോഴും പരിശോധിക്കാതെ എടുത്ത തീരുമാനത്തെ ന്യായീകരിക്കുകയല്ലേ അദ്ദേഹം ചെയ്തത്? ഒരു വകുപ്പ് മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ അദ്ദേഹം ന്യായീകരിക്കേണ്ട, അത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയല്ലേ? അത് സ്വാഭാവികമായും എൻ്റെ ഡ്യൂട്ടി എന്താ? ഞാൻ പറഞ്ഞ പ്രവർത്തനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. അത് ഉറച്ചു നിൽക്കുന്നത് എൻ്റെ ബോധ്യമാണ്, അത് അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ്. അദ്ദേഹത്തിൻ്റെ ബോധ്യം എൻ്റെ ബോധ്യം തമ്മിൽ കൺഫ്രണ്ടേഷൻ ഉണ്ടാകുമ്പോൾ അത് ബന്ധപ്പെട്ടവർ അന്വേഷിക്കണം. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, നമ്മുടെ ബഹുമാനനായ മന്ത്രിയുടെ സത്യസന്ധതയെ ഞാൻ ഒരിക്കലും ഇല്ലാതാക്കാനില്ല. അദ്ദേഹത്തിന് ഇന്റഗ്രിറ്റി, അദ്ദേഹത്തിന് മതേതര കാഴ്ചപ്പാടിൽ വെള്ളം ചേർക്കാത്ത വ്യക്തിയാണ്. പറഞ്ഞു. ഇവിടെ രതീഷ്, ഇതിൽ കുറെ കൂടി കാര്യം വ്യക്തമായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ മന്ത്രി KM ഷാജി ഇതിൻ്റെ തീരുമാനത്തെ ഓൺ ചെയ്തുകൊണ്ട് തന്നെ രംഗത്ത് വന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ തീരുമാനം തെറ്റായിപ്പോയി എന്ന നിലയിൽ ഈ വ്യക്തിയുടെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെ സംബന്ധിച്ച, സംഘ്പരിവാർ അഭിനിവേശത്തെ സംബന്ധിച്ച, ആ പക്ഷപാതിത്വത്തെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിയാസ് ഉന്നയിച്ചത്. അത് വന്നിട്ടും അത് പരിശോധിക്കാതെ ആ തീരുമാനത്തെ ന്യായീകരിക്കുന്ന ഒരു നിലപാടിലേക്ക് മന്ത്രി KM ഷാജി പോയില്ലേ? മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നു. ഈ തീരുമാനം പുനഃപരിശോധിക്കും വിധത്തിലേക്ക് എവിടെയെങ്കിലും ഒരു ആലോചന നടന്നതായ വാർത്തകളും പുറത്തു വന്നിട്ടില്ല. ഇതാണ് ഇതിൻ്റെ ഒരു പരിസരം നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ എടുത്ത തീരുമാനം, ആ ശുപാർശ പിൻവലിക്കുമോ എന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ ശൈലിയുമായി കൂടി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന കടുംപിടുത്തം എന്ന പ്രശ്നം ഈ വിഷയത്തിൽ സംഭവിക്കാനിടയുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ശൈലിയുമായി ബന്ധപ്പെട്ട് കുട്ടനാട്ടിലെ MLAക്ക് ഉണ്ടായ വലിയൊരു അപമാനമുണ്ട്. അത് നമ്മൾ കണ്ടതാണ്. അതേക്കുറിച്ച് രതീഷിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ഒരു നാരങ്ങാമിഠായി കഥ പറഞ്ഞുകൊണ്ടാണ് അതേക്കുറിച്ച് പറയുന്നത്. ഞാൻ അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് കൂടി താങ്കളോട് ചോദിച്ചത്. ഒരു നാരങ്ങാമിഠായി കഥ പോലെ കുഞ്ഞാലിക്കുട്ടിയും അദ്ദേഹവും തമ്മിലുണ്ടായിരുന്ന ആ ഒരു സഭയ്ക്കകത്തെ സിറ്റുവേഷനെ കുറിച്ച് താങ്കൾ പറഞ്ഞല്ലോ. രതീഷ് കട്ടായോ? കേൾക്കാമോ? മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി ബന്ധപ്പെട്ട് കേട്ടില്ല. അതായത് അതെ, ഈ വിഷയത്തിന്റെ പരിഹാരം എന്നുള്ളത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്തുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ശൈലിയുമായി കണക്ട് ചെയ്ത് ആലോചിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. അതിൽ മുഖ്യമന്ത്രിയുടെ ശൈലിയെക്കുറിച്ചാണ് ഞാൻ ചെയ്ത വീഡിയോ താങ്കൾ കണ്ടു എന്ന് പറഞ്ഞത്. അത് യഥാർത്ഥത്തിൽ ഞാനന്ന് പറഞ്ഞത്, നമ്മൾ ഇപ്പോൾ കുട്ടനാട് MLAയുടെ ഒരു ചോദ്യം വരുന്നു. ആ ചോദ്യം വരുമ്പോൾ അന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്ന് ഇദ്ദേഹത്തെ ന്യായീകരിച്ചിരുന്നു. കാരണം എന്നോടൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോൾ അതിന് തിരിച്ച് അപ്പം തന്നെ മറുപടി പറഞ്ഞതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരാൾക്ക് മറുപടി പറയാൻ പറ്റുമോ എന്നുള്ളത് ആദ്യത്തെ ചോദ്യമാണ്. അതായത് നമ്മൾ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ അയാളോട് ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ നിയമസഭയാണെന്ന് ആലോചിക്കണം. നിയമസഭയിൽ വേറൊരു ചോദ്യം വരുന്നു, കുട്ടനാട് MLAയുടെ ചോദ്യം വരുന്നു. അപ്പോൾ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നു, ഇല്ല ഞങ്ങൾ അത് അന്വേഷിച്ച് പരിഗണിക്കാം. ഏത് മൂലവള്ളംകളി, അതിപ്പോൾ ഇന്നലെ കഴിഞ്ഞു. ആ കഴിഞ്ഞ മൂലവള്ളംകളിയുടെ പ്രാദേശിക അവധി ഞങ്ങൾ ആലോചിച്ച് പരിഗണിക്കാമെന്ന് പറയുന്നു. പരിഗണിക്കാമെന്ന് പറഞ്ഞ് നാക്ക് വായിലേക്ക് ഇടുന്നതിന് മുമ്പ്, വായടക്കുന്നതിന് മുമ്പ് 3 സെക്കൻഡ് അദ്ദേഹം താഴേക്ക് പോരുമ്പോൾ അദ്ദേഹം തിരിഞ്ഞിട്ട് ഇപ്പുറത്തെ ആളോട് പറയുകയാണ്, അത് കുഞ്ഞാലിക്കുട്ടി
കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയാണ് ഇല്ല ഒരു കാരണവശാലും കൊടുക്കില്ല എന്നാണ്. എന്നിട്ട് ഏറ്റവും വലിയ തമാശ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് പുറത്തു വന്ന് പറയുമ്പോൾ സാഹിബിന് അറിയില്ല ഏത് കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. പക്ഷേ എനിക്ക് മറുപടി പറഞ്ഞതാണ് എന്ന് മാത്രമേ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ 5 നാരങ്ങ മിഠായി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് ബക്കാടിയിൽ നിന്ന്. അപ്പോൾ അതിൽ 3 ഞാൻ എടുക്കും, 2 കുഞ്ഞാലിക്കുട്ടിക്ക് തരാമെന്ന് പറയുമ്പോൾ 1 ഷാജിക്കൂടി കൊടുക്കുമെന്ന് ചോദിക്കുമ്പോഴാണ് പുള്ളി പറഞ്ഞത് ഒരു കാരണവശാലും കൊടുക്കൂല എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു കഥയെങ്കിലും ഉണ്ടാക്കി പറയാമായിരുന്നു എന്നാണ് ഞാൻ അതിൽ പറഞ്ഞത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹത്തിൻ്റെ ശൈലി എന്താ? ഇപ്പോൾ KB പ്രദീപിനെ അദ്ദേഹം പിൻവലിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ശരത്ത് ഇപ്പോഴും ആലോചിച്ച് നോക്കണം, VM സുധീറിനെ പോലെ അദ്ദേഹത്തിന് വേണ്ടി 42 മിനിറ്റ് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് അപ്പോയിൻമെൻ്റ് എടുത്ത് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാക്കണം, ജനപിന്തുണ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിനാണ് എന്ന് പറഞ്ഞ് വാദിച്ച് കൺവിൻസ് ചെയ്തിട്ടുള്ള VM സുധീറിനോട് അദ്ദേഹം ഫോൺ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തെ അവഗണിക്കാൻ തീരുമാനിക്കുകയാണുണ്ടായിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹത്തിന് ഇതിനേക്കാൾ വലിയ കമ്മിറ്റ്മെൻറ്റ് മറ്റാരോടൊക്കെ ഉണ്ടെന്നുള്ളതാണ്. ഈ കാര്യത്തിലും ഈ ശേഷാദ്രിനാഥൻ്റെ കാര്യത്തിലും ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇന്ന് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് PM നിയാസ് അടക്കം അദ്ദേഹം തിരുവനന്തപുരത്തുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇന്ന് ഒറ്റ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് വളരെ ഫ്രീ ആയി പെരുമാറാൻ കഴിയുന്ന ഒരാളാണ് മുഖ്യമന്ത്രി. ഒരു 5 മിനിറ്റ് എടുത്തോ 3 മിനിറ്റ് എടുത്തോ ഷാജിക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ വിളിച്ചൊന്ന് സംസാരിച്ചുകൊണ്ട് ഇത് ഇന്നതാണ് ഇതിൻ്റെ കാര്യം, അല്ലാതെ നിയാസ് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം സംസാരിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല എന്നുള്ളത് പോട്ടെ, പൊതുസമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം വന്നിട്ട് ഇപ്പോൾ 72 മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകുന്നില്ല. ഈ ക്ലാരിഫിക്കേഷൻ നൽകാതിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇപ്പം ഇന്ന് ഞാൻ മറ്റ് ചില മാധ്യമങ്ങളിലുള്ള ചർച്ചകളൊക്കെ കണ്ടിരുന്നു. ആ ചർച്ചകളിലൊക്കെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ശേഷാദ്രിനാഥൻ്റെ ഒരു കുറിയുണ്ട്, ആ കുറി കൊണ്ട് അദ്ദേഹത്തെ സംഖ്യയാക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ അയോഗ്യത എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ ഏത് വഴിക്കാണ് തിരിയുന്നത് ഉറപ്പായിട്ടും BJPക്ക് സംഘപരിവാറിനും അനുകൂലമായി തിരിയാണ്. അപ്പോൾ അങ്ങനെ തിരിയാൻ വേണ്ടി കേരള രാഷ്ട്രീയത്തെ 72 മണിക്കൂർ വിട്ടുകൊടുത്തുകൊണ്ട് KPCCയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും എന്തിന് കാത്തിരിക്കണം? അതൊരു കാര്യം കൂടി ആലോചിക്കണം. ഈ KPCC മുഖ്യമന്ത്രി കാത്തിരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഇല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോട്ടെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കഴിഞ്ഞ ഇലക്ഷനിൽ ഏതാണ്ട് 25-30 ദിവസവും KPCC വാർ റൂമിൻ്റെ ചുമതലയുണ്ടായിരുന്ന, അതിനുവേണ്ടി രാവും പകലുമില്ലാതെ പ്രവർത്തിച്ച ഒരാളുടെ പേരാണ് നിയാസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കൺസേൺ ഉണ്ടാകുമ്പോൾ അതിനോട് പ്രതികരിക്കേണ്ട ഒരു ബാധ്യതയില്ലേ, അല്ലെങ്കിൽ പൊതുസമൂഹത്തോട് പ്രതികരിക്കേണ്ട ബാധ്യതയില്ലേ? ഇതൊന്നും ഞങ്ങൾക്ക് ബാധകമാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് VM സുധീറിനോട്, അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, VM സുധീരൻ തോന്നിയൊരു സാധാരണ നേതാവല്ലല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് പാർട്ടിയിൽ എന്ത് പോസ്റ്റ് ഉണ്ട് എന്നുള്ളതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? VM സുധീരൻ ആദർശധീരനായ ഒരു മനുഷ്യനാണ് എന്നുള്ളത് കേരളത്തിലെ സാമാന്യപ്പെട്ട ജനങ്ങളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും തൃണവുകൾ ഗണിച്ചുകൊണ്ട് പോകുന്നു എന്ന് മാത്രമല്ല, ഒന്നാലോചിക്കണം, കഴിഞ്ഞ തവണ നമ്മുടെ സെനറ്റിൽ MG യൂണിവേഴ്സിറ്റിയുടെ സെനറ്റിൽ 31 പേരിൽ 19 പേരെ ഗവർണർ വെക്കുന്നു, വൈസ് ചാൻസലർമാരെ ഗവർണർ തീരുമാനിക്കുന്നു, കൂടാതെ ഗവർണർ യോഗ ദിനത്തിൽ മീറ്റിംഗ് വിളിക്കുന്നു. ഇത്തരത്തിൽ എത്ര സംഭവം, ഞാനിപ്പോൾ എണ്ണി പറഞ്ഞാൽ തീരില്ല. അത്തരത്തിലുള്ള എത്രയോ സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, ഇതിനു മുമ്പ്, അതായത് UDFൻ്റെ നിലപാടുകളുമായി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും ചവിട്ടി മെതിച്ചുകൊണ്ടൊരു മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നു, കൂടാതെ അദ്ദേഹം അവഗണിക്കുന്നു. ഇത് ഒരു കാര്യം കൂടി ഞാൻ വളരെ ഓപ്പൺലി പറയാം, മുഖ്യമന്ത്രിയും അവരെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നത് ആരാണെന്ന് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ആ ഒറ്റ ആളുകളാണ്, അത് മുസ്ലിം ലീഗ് മാത്രമാണ്. ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നിട്ടുണ്ട്, KM ഷാജി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഷംസുദ്ദീൻ വന്നിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ആളുകൾ വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഒരു മന്ത്രിയും വന്നിട്ടില്ല, ഒരാളും വന്നിട്ടില്ല. ഞാൻ വിചാരിക്കുന്നൊരു കാര്യം, കോൺഗ്രസിൽ നിന്ന് കൂടുതൽ സപ്പോർട്ട് യഥാർത്ഥത്തിൽ PM നിയാസിനാണെന്നാണ്. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ VM സുധീറിനെതിരെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത വിധം വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്ക് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ മുഖ്യമന്ത്രിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇനി PM നിയാസിനെതിരെയും അത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ ഒരു DCC സെക്രട്ടറി പോസ്റ്റുമായിട്ട് എത്തിയിട്ടുണ്ട്. ആ പോസ്റ്റിൽ പറയുന്ന കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സീറ്റിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. എനിക്കതിൻ്റെ വ്യക്തമായ ഡീറ്റെയിൽസ് എല്ലാം അറിയാം, ഞാനിപ്പോൾ അതോടെ പറയുന്നില്ല. PM നിയാസിൻ്റെ കുഴപ്പം കൊണ്ടല്ല അവിടെ പരാജയപ്പെട്ടത്, പക്ഷേ അവിടെ BJP ആണ് ജയിച്ചത്. അതെല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ഇനി ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, അടുത്ത 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ അറ്റാക്ക്, സോഷ്യൽ മീഡിയ അറ്റാക്ക് വളരെയധികം കൂടുകയും PM നിയാസിനെതിരെ ഈ പറഞ്ഞ പോലെ ഇതുവരെയുള്ള അദ്ദേഹം തോറ്റതും ജയിച്ചതുമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ എല്ലായിടത്തും പറയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതാണോ നിങ്ങൾ പറഞ്ഞ സഹിഷ്ണുത കോൺഗ്രസ്? ഇതാണോ VD സതീശൻ പറഞ്ഞ ഞങ്ങൾ എല്ലാവരെയും കേൾക്കും, ആരെയും കേൾക്കും, എന്നിട്ട് മറുപടി പറയുമെന്ന് പറഞ്ഞ കാര്യം ഇതാണോ?
ശരി. അപ്പോൾ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഒട്ടും ജെനുവിൻ അല്ലാത്ത, നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥ പോലും കൃത്യമായി ഉണ്ടാക്കി പറയാൻ കഴിയാത്ത ഒരു സമീപനമാണ് ഈ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം ശരത്ത്, ഒരു ഗവൺമെൻറ്റും ഇല്ലാത്ത വിധം കേവലം ഇപ്പം തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ പോലും 35 ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും പേര് വന്നില്ല, ഇത്ര പ്രശ്നങ്ങളുണ്ടായില്ല. പക്ഷേ ഇത് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന് 38ാമത്തെ ദിവസമാകുമ്പോഴേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്തുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഇവിടെ PM നിയാസ് പറഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, റൈറ്റ്. തീർച്ചയായും അത് അദ്ദേഹം അങ്ങനെ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുമുള്ളത്. പക്ഷേ അതിനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മുഖ്യമന്ത്രിയും കൊടുത്തിട്ടുണ്ട് എന്ന ഒരു ബോധ്യം കൂടി അദ്ദേഹം ഈ ചർച്ചയിലടക്കം പങ്കുവെച്ചുകൊണ്ട് കൂടിയാണ് ഇക്കാര്യങ്ങൾ സംസാരിച്ചത്. പക്ഷേ സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ സംശയങ്ങൾ നിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഒരു സമയത്തിലേക്ക് പോകുന്നു. ശ്രീ PM നിയാസ്, ഇവിടെ ഉയർന്നു വന്ന നിരീക്ഷണങ്ങൾ വെച്ച് 1-2 കാര്യങ്ങൾ. നേരത്തെ VM സുധീരൻ വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ വിമർശനങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഒക്കെ ഉന്നയിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നേരെ വലിയ സൈബർ ആക്രമണം ഉണ്ടാകുന്നു. താങ്കൾക്ക് നേരെ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഒന്ന്. പക്ഷേ താങ്കളുടെ തന്നെ ജില്ലയിലെ ഒരു DCC ഭാരവാഹി താങ്കൾക്കെതിരെ രംഗത്ത് വന്ന് ഇട്ട പ്രതികരണം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽ അത് കൊണ്ടുവന്നു എന്ന് മാത്രം. നേരത്തെ ഇപ്പോൾ ഇവർ സൂചിപ്പിച്ചുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. താങ്കളിപ്പോൾ തിരുവനന്തപുരത്തുണ്ട്. ഈ ഇന്നലയിൽ വളരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നു. സ്വാഭാവികമായി ആര് ചിന്തിച്ചാലും താങ്കളെ മുഖ്യമന്ത്രിക്ക് വിളിച്ച് ഇക്കാര്യം സംസാരിക്കാം. താങ്കൾ പറഞ്ഞ പോലെ താങ്കളുടെ കാഴ്ചപ്പാടിലെ പെശകുണ്ടെങ്കിൽ അത് താങ്കളെ ബോധ്യപ്പെടുത്താം. അദ്ദേഹത്തിനും മന്ത്രിക്കും ഒന്നിച്ച് താങ്കളെ കാണാം. പക്ഷെ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. മറ്റൊന്ന്, പൊതുസമൂഹത്തെ കൂടി ഇത് ബോധ്യപ്പെടുത്തണ്ടേ? ആ നടപടികളിലേക്ക് അപ്പുറത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടാകുന്നില്ല എന്ന പ്രശ്നമില്ലേ? നമ്മുടെ പാർട്ടിയിലെ സംവിധാനം അനുസരിച്ച് നിങ്ങൾക്കറിയാം, നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് മുഴുവൻ സമയവും ബഹുമാനായ ഇന്ന് 5-6 മണി വരെ ഏതാണ്ട് നിയമസഭ ഉണ്ടായിരുന്നു. അതിന് മുഴുവൻ സമയവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു. അതിനിടയിൽ കിട്ടിയ സമയത്ത് നമ്മുടെ ബഹുമാനായ ആഭ്യന്തരമന്ത്രിയും അതുപോലെ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും അതുപോലെ കുഞ്ഞാലിക്കുട്ടിയും പല തവണയായി ഇക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്ന എനിക്ക് വ്യക്തിപരമായി ഞാൻ ഒരു കാര്യം പറയാം, എനിക്കെതിരെ യാതൊരു തരത്തിലുള്ള വ്യക്തിപരമായ, ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, വ്യക്തിപരമായി എനിക്കെതിരെ ഞാനൊരു കാര്യം ഉന്നയിച്ചുകൊണ്ട് അത് നേടിയെടുക്കണം, അത് വിജയിക്കണം, അത് പരാജയപ്പെടാം, അങ്ങനെയൊന്നുമുള്ള ഒരു ഈഗോ എനിക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ വ്യക്തമാക്കുക. ഇവിടെ പലരും ധാരണ എനിക്കെന്തോ ആ പോസ്റ്റ് കിട്ടണം, അങ്ങനെ എനിക്ക് ഇരിക്കാൻ പറ്റുന്ന പോസ്റ്റ് അല്ല അത്, ഒന്നാമത്. പിന്നെ രണ്ടാമത്, കേരളത്തിലെ അസംബ്ലിയിലേക്കോ പാർലമെൻറ്റിലേക്കോ മത്സരിക്കാൻ ഞാനില്ല എന്നും ഇനി അടുത്ത കാലങ്ങളിലും ഞാനില്ല എന്ന് എൻ്റെ പാർട്ടിയോട് വളരെ നേരത്തെ പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു മത്സരിക്കാൻ സീറ്റ് എനിക്ക് നഷ്ടപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചിട്ടല്ല ഞാനിതിൽ നിൽക്കുന്നത്. പക്ഷേ എൻ്റെ പാർട്ടി വിജയിക്കണം, എൻ്റെ UDF വിജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു കാര്യം കൂടി, നിങ്ങൾക്ക് ദേഷ്യം പൊട്ടിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒറ്റ കാര്യം വളരെ ചുരുക്കി പറയാം. ഈ കഴിഞ്ഞ നമ്മുടെ മണ്ഡല വിഭജനത്തിൽ ഏതാണ്ട് 56 സീറ്റുകൾ LDFന് ഉറച്ചും വിജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡല വിഭജനമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായത്. അടുത്ത തവണയും ഇതുപോലെ ഒരു 210 ആകുമ്പോൾ 110 LDFനോ അല്ലെങ്കിൽ BJPക്കോ വിജയിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്ന് എൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഉറച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആഗ്രഹിക്കുന്നതിന് വിരാഗതമായി എന്തെങ്കിലും സംഭവിക്കാൻ പാടില്ല എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാനിത് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യത്തിൽ ഉന്നയിക്കാൻ പറ്റുന്ന കാര്യം. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ക്ഷമിക്കണം, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മറ്റൊരു തരത്തിലുള്ള താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെ നേരിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ടവല്ല, എൻ്റെ പാർട്ടി പ്രസിഡന്റിനെ ഞാൻ ഇക്കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രസിഡന്റ് എനിക്ക് വേണ്ടി ഇക്കാര്യം ഞാൻ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും വകുപ്പ് മന്ത്രിയോടും കുഞ്ഞാലിക്കുട്ടി സാഹിബിനോടും നമ്മുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായ ആഭ്യന്തരമന്ത്രിയോടും ഒക്കെ സംസാരിച്ചു. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ. അല്ലെങ്കിൽ എന്നെ ഇക്കാര്യത്തിൽ ബോധ്യപ്പെടുത്തും, എൻ്റെ പാർട്ടി പ്രസിഡന്റ് എന്നെ ബോധ്യപ്പെടുത്തും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതൊരു ശുഭാപ്തി വിശ്വാസമാണ്. എൻ്റെ പാർട്ടിയെക്കുറിച്ച് എനിക്ക്, എൻ്റെ മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇപ്പോഴും എനിക്ക് നല്ല അഭിപ്രായമാണ്. അതെ, തീർച്ചയായും അത് ആവർത്തിച്ച് എൻഡോഴ്സ് ചെയ്ത് പറഞ്ഞത് നന്നായി. താങ്കൾ പറഞ്ഞതിനെ മുഖവിലേക്കെടുക്കുന്നു. ശക്തമായി തന്നെ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നു. അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കും സർവോപരി KM ഷാജി എന്ന തദ്ദേശ ഭരണ മന്ത്രിക്കുമൊക്കെ ഉണ്ട്. ആ സംവിധാനം വർക്ക് ചെയ്യും എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ശ്രീ M ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, നേരത്തെ പറഞ്ഞതിൽ നിന്നൊരു കാര്യം, ഇപ്പോൾ KM ഷാജിയൊക്കെ മോദി എംബ്ലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ രതീഷ് ചക്രപാണിയാണ് നേരത്തെ ലീഗും മുഖ്യമന്ത്രിക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് സഭയ്ക്ക് വ്യത്യസ്തമായി ഒന്ന് കേട്ടു. സഭയ്ക്കുള്ളിൽ നിന്ന് TP അഷ്റഫ് അലി എന്ന മുസ്ലിം ലീഗിൻ്റെ MLA ഈ
മനുഷ്യാന്തസ്സോടെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയണം എന്ന് ഈ എംബ്ലം വാദത്തെ നിരാകരിച്ചുകൊണ്ട് സംസാരിച്ചതും നമ്മളിന്ന് സഭയിൽ നിന്ന് കേട്ടു. മുസ്ലിം ലീഗിലെ മറ്റൊരു MLA ആണ്, MLA ആണ്, ആദ്യമായി ജയിച്ച് സഭയിലേക്ക് വന്ന അദ്ദേഹം KM ഷാജിയുടെ ആ കാഴ്ചപ്പാടിനെ തിരുത്തിക്കൊണ്ട് ഒരു നിലപാട് സഭയ്ക്കകത്ത് പറയുന്നത് നമ്മളിന്ന് കേട്ടു. ഇവിടെ ഈ വിഷയത്തിലടക്കം ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ ഇത് അദ്ദേഹം പറഞ്ഞത് നിയമസഭയുടെ തിരക്കും മറ്റു കാര്യങ്ങളുമാണ്. പക്ഷേ ഒരു ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അതൊരു അതിവേഗത്തിൽ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. ഇന്ന് രാവിലെ കാണാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കാം. പക്ഷേ അങ്ങനെ സമയം മാറ്റിവെക്കുന്നില്ലല്ലോ മുഖ്യമന്ത്രി ഈ പ്രശ്നം പരിഹരിക്കാൻ എന്നൊരു തോന്നലുണ്ട്. പക്ഷേ നിയാസ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നേതാക്കന്മാർ ആ പ്രോസസ്സ് ആരംഭിച്ചു, മന്ത്രിമാരൊക്കെ ചിലർ സംസാരിച്ചു, ആ പ്രോസസ്സ് നടക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. ശരത്ത്, അതില് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഇപ്പോൾ അഡ്വക്കേറ്റ് PM നിയാസ് ഇപ്പൊ ഇത്രയും നേരം പറഞ്ഞതിൽ നിന്നും വ്യക്തമാണ്. അത് ഇത്രേ ഉള്ളൂ. പിന്നെ ശ്രീ നിയാസിനെ ഒരു ക്രൂസൈഡറായിട്ട് തെറ്റുകൾക്കെതിരെ തീവ്രമായി പ്രതികരിക്കുന്ന ഒരു കുരിശുദ്ധക്കാരനായി കാണാൻ മുഖ്യമന്ത്രിക്ക് അതിന് സൗകര്യമില്ല. അതാണ് ഒന്നാമത്തെ മെസ്സേജ്. അതാണ്. പിന്നെ അടുത്ത പ്രശ്നം ഷാജിക്ക് ഉൾപ്പെടെയുള്ളത് RSSനെതിരെ ഒരു നിലപാടെടുത്ത് RSSകാരനെ ആ സ്ഥാനത്തേക്ക് പോസ്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നിയാസ് പറയാൻ ശ്രമിക്കുന്ന ഒരു വിഷയം. പക്ഷെ അതിനെ ആ രൂപത്തിൽ അഡ്രസ് ചെയ്യാൻ ഷാജിക്ക് താല്പര്യമില്ല. മിനിസ്റ്റർ ഷാജി പിന്നെ അത്ര ഒരു താല്പര്യം പ്രകടിപ്പിച്ചാലേ അതിനോട് ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു ആനുകൂല്യം വരേണ്ടതുള്ളൂ. അത് വരുന്നുമില്ല. അപ്പോൾ പ്രശ്നം ഉയർത്തുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ വിഷയം മിഷൻ ഇൻകംപ്ലീറ്റ് എന്നുള്ള നിലയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. നിയാസിന്റെ നില അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. വോട്ട് ചോരി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പ്രശ്നം ഇക്കാര്യത്തിലുണ്ട്. ഹൈക്കമാൻഡിൻ്റെ മുമ്പിൽ ഈ വിഷയമുണ്ട്. AICC ഇത് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. നയപരമായ പ്രശ്നങ്ങളിൽ പാർട്ടിക്കകത്ത് കൂടിയാലോചനകൾ ഉണ്ടാകുമെന്ന് KC വേണുഗോപാൽ മുൻപ് പറഞ്ഞതിനെ താങ്കൾ തന്നെ ഉദാഹരിച്ചു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മാത്രമാണോ? KC വേണുഗോപാലിൻ്റെ കൂടി കാഴ്ചപ്പാടിന് ഒരു പ്രാധാന്യം ഉണ്ടാവില്ലേ? രാഷ്ട്രീയമായ പ്രാധാന്യം ഉണ്ടാവില്ലേ? അല്ല, അതങ്ങനെ രാഷ്ട്രീയമായ പ്രാധാന്യം ഉണ്ടാവാതിരിക്കുക KC വേണുഗോപാലിന്റെ താല്പര്യങ്ങൾക്ക് എന്നുള്ളത് ഇതിനകം നടത്തിയെടുക്കാൻ കഴിഞ്ഞ നേതാവാണ് ശ്രീ VD സതീശൻ. അത് നമ്മൾ കണ്ടതാണല്ലോ. അപ്പൊ ഇപ്പോ നിയാസിന്റെ മിഷൻ ഇൻകംപ്ലീറ്റ് ആണെങ്കിലും ഇനി വരും നാളുകളിൽ, ഭരണത്തിന്റെ വരും നാളുകളിൽ വിവിധ രൂപങ്ങളിൽ അത് ഉയരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഇത് നൽകുന്ന സൂചന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രതീഷ് ചക്രമാണ് ഇത് അവസാനമായി താങ്കളുടെ കൂടി ഒരു ഊഴത്തിൽ. അതായത് ഒരുപക്ഷെ കോൺഗ്രസ് ഹിന്ദുത്വ എന്നൊരു ടാഗ് ലൈൻ, എന്നൊരു ചിന്ത ഇത്ര വേഗം ഒറ്റ മാസം കൊണ്ട്, താങ്കൾ പറഞ്ഞാൽ ഒറ്റ മാസം കഴിഞ്ഞൊരു 38 ദിവസം കൊണ്ട് നാൾക്ക് നാൾ ഓരോരോ വിഷയങ്ങളിൽ ഇങ്ങനെ വന്നു ഭവിച്ചാലും കോൺഗ്രസ് ഹിന്ദുത്വ എന്നൊരു ബ്രാൻഡിങ്ങിലേക്ക് പോവുകയും ആളുകൾക്ക് അങ്ങനെ ശക്തമായൊരു തോന്നൽ ഉണ്ടായാലും കുഴപ്പമില്ല എന്ന നിലയ്ക്കാണോ VD സതീശൻ എന്ന മുഖ്യമന്ത്രി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ല ശരത്, അത് കൃത്യമാണ്. അത് അങ്ങനെ തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇത് വല്ലാത്തൊരു നെക്സസ് ആണ് BJPയുടെ ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഓപ്പറേഷൻസ്. അത് ബിസിനസ്സും അതുപോലെ തന്നെ പൊളിറ്റിക്സും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു രംഗമാണ്. അപ്പോൾ അതെവിടേക്ക് കടന്നു വരിക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മളൊക്കെ പണ്ട് കളിയാക്കിയിരുന്നു സുരേന്ദ്രനെ, അതായത് 35 സീറ്റ് കിട്ടിയാൽ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഇപ്പോൾ 3 സീറ്റ് കിട്ടിയ BJP ഏതാണ്ട് കേരളം ഭരിക്കുന്ന ലെവലിലാണ് ജനങ്ങളൊക്കെ ഇതിനെ കാണുന്നത്. അപ്പോൾ അത് തന്നെയാണ് യഥാർത്ഥത്തിൽ VM സുധീരനും ഈ പറയുന്ന നിയാസിനൊക്കെ തോന്നിയിട്ടുള്ളത്. പിന്നെ അവർക്കൊക്കെ അത് തുറന്നു പറയാൻ മടിയുണ്ടാവും. എനിക്കത് മടിയില്ലാത്തതുകൊണ്ട് ഞാനത് തുറന്നു പറയുന്നു. സത്യത്തിൽ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? PM ശ്രീ നടപ്പിലാക്കുന്നു, അതുപോലെ തന്നെ ഗവർണർ യോഗം വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് യൂണിവേഴ്സിറ്റികളിൽ ആളെ വെക്കുന്നു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇലക്ഷൻ കമ്മീഷൻ വെക്കുന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ വെക്കുമ്പോൾ ചീഫ് ഇലക്ടറൽ ഓഫീസറെ വെക്കുമ്പോൾ എന്താ പ്രശ്നമുള്ളത്? ഈ പശ്ചിമ ബംഗാളിൽ നേരത്തെ രാഹുൽ ഗാന്ധി വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു മനോജ് കുമാറിനെ വെക്കുന്നതിന്. ആ മനോജ് കുമാറെ വെക്കുമ്പോഴേക്കും ഉടനെ തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇവിടെ വെക്കുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ പ്രതിരോധമായിട്ട് അവർ ഉയർത്തി കാണിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിൻ്റെ ഈ പറയുന്ന പോലെ വലിയ പോരാട്ട മുഖങ്ങളെ പോലും തകർത്തെറിയുന്ന രീതിയിലുള്ള
പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ ഇരുന്നുകൊണ്ട് നടക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് രഹസ്യമായിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ പുറകിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കിയുള്ളത് ഇപ്പോൾ ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. തീർച്ചയായും അത് PM നിയാസ് അടക്കം ഉന്നയിക്കുന്ന ചോദ്യത്തിൽ അത് അടങ്ങിയിട്ടുണ്ട്. അതായത് കോൺഗ്രസിന് ഇക്കാര്യങ്ങൾ ഒരു ദേശീയ നയമുണ്ടെങ്കിൽ, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാടിനെ കേരളത്തിലെ സർക്കാർ അംഗീകരിക്കേണ്ടതുണ്ടോ, ഫോളോ ചെയ്യേണ്ടതുണ്ടോ, പാലിക്കേണ്ടതുണ്ടോ, വലിയ ചോദ്യമാണ്. നിരവധി വിഷയങ്ങളിൽ ആ നിലയിലല്ലാതെ ഈ സർക്കാർ പോകുന്നു. മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നു, ഒറ്റയാൻ പ്രവർത്തനം നടത്തുന്നു, മന്ത്രിമാർ പലതും അറിയുന്നില്ല, പല വിഷയങ്ങളിൽ മന്ത്രിമാർ അറിഞ്ഞില്ല എന്ന് തന്നെ പറയുന്ന നില കണ്ടു. ആ നിലയ്ക്ക് ഒരു സർക്കാരിന് ഈ മാസങ്ങൾക്കപ്പുറം എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യം കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിൻ്റെ മുമ്പിൽ തന്നെ എത്തുന്ന വിധത്തിലുള്ളൊരു വിഷയമായി ഇത് നിൽക്കുകയാണ്. ഈ ചർച്ചയിൽ തന്നെ PM നിയാസ് ഇടയിൽ സൂചിപ്പിച്ചൊരു വാചകമുണ്ട്, 3-ൽ നിന്ന് 30 ആക്കരുത്, അതിനുവേണ്ടി പണിയെടുക്കരുത്, അതിനുവേണ്ടിയുള്ള വഴി ഒരുക്കി കൊടുക്കരുത് എന്ന ഒരു സൂചനയുണ്ട് എങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം അങ്ങേയറ്റം ഗൗരവമുള്ളതാണ്. അത് മനസ്സിലാക്കിയാലും അതിനനുസരിച്ച് തിരുത്തൽ വരുത്താൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ VD സതീശൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ആർജവത്തോടെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ് പരാതി ഉന്നയിച്ചു, തെളിവുകൾ സഹിതം മുന്നോട്ട് പോകുന്നു. തൻ്റെ തെറ്റാണ്, താൻ പറയുന്നത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തന്നെ ബോധ്യപ്പെടുത്താൻ പാർട്ടി തയ്യാറാകട്ടെ, മുഖ്യമന്ത്രി തയ്യാറാകട്ടെ, വകുപ്പ് മന്ത്രി ഷാജി തയ്യാറാകട്ടെ എന്ന നിലയിൽ സംഘപരിവാറിൻ്റെ താല്പര്യത്തിനൊത്തു നീങ്ങുന്ന സർക്കാരിനെതിരെ ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്നു. ഈ ചർച്ചയിലും അത്തരം ഗൗരവമുള്ള നിരവധി വിഷയങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.